ഞങ്ങളൊരു സംഗമവും ഇവിടെ തന്നെയാണ് ആദ്യമായിട്ട് സംഗമിച്ചത്, ഇതേ ഓഡിറ്റോറിയത്തിൽ. ഏകദേശം ഞങ്ങളന്ന് 2 വർഷത്തോളം മീറ്റിങ്ങുകൾ കൂടിയിട്ടാണ് ഒരു സംഗമം നടത്താൻ പറ്റിയത്. 2 വർഷത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിലും മീറ്റിങ്ങുകൾ. പിന്നെ ഈ കുടുംബമാകുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ചില ആളുകൾ സഹകരിക്കും, ചില ആളുകൾ നിസ്സഹകരിക്കും, ചില ആൾക്കാരോട് കൊച്ചു കൊച്ചു പിണക്കങ്ങളുണ്ടാകും. അതെല്ലാ കുടുംബത്തിലും ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ശരിപ്പെടുത്തി നല്ല രീതിയിലാകുമ്പോഴേക്ക് വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെ എത്രയോ സാഹസപ്പെട്ടിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വലിയ സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. അതോടൊപ്പം മനസ്സിൽ കുറേ നോവുകളായിട്ടാണ് ഇരിക്കുന്നത്. എപ്പോഴാണ് ചോറ് വിളമ്പുക, ചോറ് തികയോ, പ്രതീക്ഷിച്ച ആൾ വന്നോ, അതിൽ കൂടുതൽ ആൾക്കാർ വന്നോ. ഇവരുടെ തലയിൽ ഇന്ന് പ്രസംഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ പിന്നീട് അവരിങ്ങനെ യൂട്യൂബിലോ അല്ലെങ്കിൽ മറ്റുള്ളതിലൊക്കെ കാണുമ്പോഴാണ് എങ്ങനെയൊക്കെ നടന്നിരുന്നു എന്ന് അവരറിയാം. കാരണം എൻ്റെ കുടുംബസംഗമം നടത്തുമ്പോൾ ഇതേപോലെ തന്നെ ഞാനതിൻ്റെ കൺവീനർ ആയതുകൊണ്ട്, അതിൻ്റെ മെയിൻ ആളായതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ വേദന എന്താണ്, അതിൻ്റെ പ്രയാസങ്ങൾ എന്താണ്. പ്രസംഗം കുറച്ച് എളുപ്പമുള്ള പണിയാണ് പ്രസംഗിക്കുന്നവർക്ക്. പക്ഷേ ഓർഗനൈസിങ്, സംഘാടനം എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എല്ലാവരെയും സംഘടിപ്പിച്ചൊരു കുടക്കീഴിലെത്തിക്കണം. ഇപ്പം എന്തുകൊണ്ടാണ് പ്രായം ചെന്നവർക്ക് ആദ്യമേ ഇതൊക്കെ കൊടുത്തത്? അവരിൽ പല ആൾക്കാർ ഷുഗർ രോഗികളായിരിക്കും. അപ്പോൾ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കൊടുക്കുമ്പോഴേക്ക് ചിലർ തല കറങ്ങി വീഴാൻ തുടങ്ങും. അപ്പം അതുകൊണ്ട് എല്ലാവരെയും പരിഗണിച്ച് ഷെഡ്യൂൾ ഇടുമ്പോൾ തന്നെ വലിയ വേദനയിലാണ് ഇടുക. ഇത് കഴിഞ്ഞാൽ ഇത് ആൾ വരൂല്ലേ, ഈ ആൾ വരൂല്ലേ എന്നൊക്കെ പലതും നമുക്കിങ്ങനെ ഭയങ്കര സങ്കടം ഉണ്ടാവും. എനിക്കല്ല ഓർമ്മയുണ്ട്, കുടുംബസംഗമത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി എൻ്റെ കുടുംബക്കാരെന്നോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിപ്പാട് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ വരൂല കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് സുഖമില്ല, എനിക്ക് വരാൻ കഴിയില്ല. സാറേ, ഞാൻ 1.5 മണിക്കൂർ പ്രസംഗിക്കാം, 1.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ നിങ്ങളിവിടെ എത്തിയേ പറ്റൂ, എന്ത് വില കൊടുത്ത് എത്തണം എന്ന് പറഞ്ഞു. പ്രസംഗം കഴിയുമ്പോഴേക്ക് അദ്ദേഹം കയറി വരികയും ചെയ്യും. ഞാൻ പറഞ്ഞു വരുന്നത്, സംഘാടകർക്ക് വലിയ സങ്കടങ്ങളുണ്ടാവും, ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ സത്യത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് വളരെ അച്ചടക്കത്തോടെ, വളരെ ഹൃദയസ്പൃക്കോട് കൂടിയിട്ട് നടക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് നമ്മൾ കുടുംബസംഗമം കൂട്ടുന്നത്? ഇവരും ഒരുപാട് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ടാവും. ഇപ്പോൾ ഗൾഫിലിരുന്നിട്ട് ചിലപ്പോൾ ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടാവും. അടിയാട്ടിൽ കുടുംബത്തിലെ അംഗങ്ങൾ അവരൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ചർച്ചകൾ നടത്തി നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ നടന്നു പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഒരു കുടുംബസംഗമം കൂട്ടുന്നത്. തന്നെയുമേൽ ഒരു പക്ഷേ ഈ കുടുംബത്തിലുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും കുടുംബത്തിലെ കാരണവന്മാരുടെ അരികിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ കാരണവന്മാർ പറയും, എന്തപ്പോൾ നമ്മൾ പണ്ടൊക്കെ കൂടിയിട്ടായിരുന്നു, ഇങ്ങനെ എന്തിനാപ്പം ഇങ്ങനെ ഒരു കുടുംബസംഗമം എന്ന് ചോദിക്കുന്നവരും കുറച്ച് കുറവൊന്നുമല്ല. ചില ആളുകൾ ഒരു പക്ഷേ അവനുണ്ടെങ്കിൽ ഞാൻ വരൂല, അടിയാട്ടിലുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ, അവനുണ്ടെങ്കിൽ ഞാൻ വരൂല എന്ന് പറയുന്ന ആൾക്കാരും ചില കുടുംബത്തിലുണ്ടാകാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇതെല്ലാം ശരിപ്പെടുത്തി ഏകദേശം ഒരു രൂപകൽപ്പന ചെയ്തിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ഇത് നടത്തുന്നത്. ഞാൻ പറയാറുള്ളത്, ഒരു ഏകദേശം ഒരു 4-5 മക്കളെ കെട്ടിക്കുന്ന കല്യാണം നടക്കുമല്ലോ, അതിനേക്കാൾ 10 ഇരട്ടി പണിയാണ് ഒരു കുടുംബസംഗമം നടത്താൻ. കാരണം കല്യാണത്തിന് ഇപ്പോൾ ഫോൺ വിളിച്ചാലും ആൾക്കാർ വരും, കുടുംബസംഗമത്തിന് ചെന്ന് കണ്ടാലേ ഏകദേശമൊക്കെ ആൾക്കാർ കൊണ്ട് എഴുന്നള്ളുള്ളൂ. അങ്ങനെയാണ്. അടിയാട്ടിൽ കുടുംബം വളരെ ഉയർന്ന കുടുംബമാണ്. അതുകൊണ്ട് നിങ്ങളെപ്പറ്റി പറയല്ല, പൊതുവെ നടക്കുന്ന കാര്യം പറയാണ്. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കുടുംബസംഗമം ഇങ്ങനെ നടക്കുമ്പോൾ എന്തിനാണ് കുറേ സംസാരങ്ങൾ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈ ആദരം കഴിഞ്ഞ് നിങ്ങൾ പരസ്പരമുള്ള സമ്പർക്കങ്ങളൊക്കെ ആയി, പരസ്പരം പരിചയപ്പെടലായി. ഇന്നിവിടെ വന്നിട്ടും അമ്മായിമ്മയും മരുവോളും അല്ലെങ്കിൽ ഇളച്ചി മൂത്തച്ചിയും അല്ലെങ്കിൽ നാത്തൂനും ഒരുമിച്ചിരുന്ന് ചോറൊക്കെ കഴിച്ച് പോവുകയാണെങ്കിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇത്രയും അടിയാട്ടിൽ കുടുംബം കൂടിയിട്ട് എല്ലാവരും പരസ്പരം ഒന്ന് പരിചയപ്പെടാനെങ്കിലും എന്ത് വേണം? ഒരു മനസ്സ് കാണിക്കണം. ഇതൊക്കെ നമ്മളെ സുഹൃത്തുക്കളെ ഇരിക്കുന്നവരൊക്കെ പരിചയപ്പെടാനെങ്കിലും. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് ഇരിക്കാന്നല്ല, ചോറ് കഴിക്കാൻ പോകുമ്പോൾ നിങ്ങൾ എവിടെയാണ്, എവിടുന്നാണ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പരസ്പരം ഒരു പരിചയപ്പെടലുണ്ട്. എല്ലാ ആളുകൾക്കും സ്റ്റേജിൽ കയറിയിട്ട് പരിചയപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് കുടുംബസംഗമത്തിൽ നടക്കേണ്ട കുറേ കാര്യങ്ങൾ. പിന്നെ ഞങ്ങളെപ്പോലെയുള്ള ആളുകളെ വരുത്തിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് കുടുംബത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ആ പുരോഗതിക്ക് വേണ്ടി ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനു വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇങ്ങനെ ചിലപ്പോൾ പുറത്തു നിന്നൊക്കെ ആളുകളെ, പുറത്തുനിന്നല്ലെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ അകത്തുള്ള ആൾ തന്നെ. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് നമ്മുടെ കുടുംബത്തിൽ നടക്കേണ്ടത്? ഹിസ്റ്ററിയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്കൊരു പക്ഷേ 20% പറയാം. 40% നമ്മൾ ഭാവിയെക്കുറിച്ച് പറയണം. ഭാവി നമ്മുടെ കുട്ടികളെത്തേണ്ടുന്ന വിധാനങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതികൾ, ഇതേപോലെ തന്നെ നമ്മുടെ പരസ്പര ഐക്യത്തിൻ്റെ പുരോഗതികൾ, നമ്മുടെ സാമ്പത്തിക ഘടനയുടെ, ഇപ്പോൾ ഗൾഫ് യുദ്ധമൊക്കെ വീണ്ടും ചിലപ്പോൾ വരാൻ പോകുന്നു എന്നറിയുന്നു, വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
മുച്ചൂടും നശിക്കാൻ പോകുന്നൊരവസ്ഥയിലേക്കാണ് സെക്കൻഡ് എപ്പിസോഡ് വരുന്നത് എന്നാണ് എക്കണോമിസ്റ്റുകളുടെ കണക്ക്. എന്ന് വെച്ചാൽ ഇതുവരെയുള്ള നഷ്ടങ്ങൾ കണക്കാക്കിയിട്ടില്ല. ഇനിയെങ്ങാനും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ ബിസിനസ്സുകാരും തകരും. ഇതിനെക്കുറിച്ച് പറയുന്നത് കൊറോണ വന്നതിനേക്കാൾ 10 ഇരട്ടി ശക്തിയായിരിക്കും നമ്മുടെ സാമ്പത്തിക സ്ഥിതിയിലെ അവസ്ഥകൾ എന്നാണ്. ഇനിയെങ്ങാനും യുദ്ധം തുടങ്ങിയാൽ ഉണ്ടാവും. അതിൻ്റെ ഒരു മുൾമുനയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ സാമ്പത്തികപരമായി എങ്ങനെ ശ്രദ്ധിക്കണം, സാമൂഹികപരമായി എങ്ങനെ ശ്രദ്ധിക്കണം, നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ മതപരമായ മൂല്യങ്ങളിലൂടെ എങ്ങനെ നമ്മൾ പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചപ്പെടുത്തിയത് നമ്മുടെ നാട്ടിലെത്തിയിട്ട് നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കുറച്ച് സമയത്ത് നമ്മൾ കേൾക്കേണ്ടുന്ന കാര്യങ്ങൾ പറയുന്നു. അതിലൊന്നാമത്തെ കാര്യം പരസ്പരമുള്ള സ്നേഹമാണ്. ഇവിടെ 3 ടൈപ്പ് ആളുകളാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന സംഘം 3 ടൈപ്പ് ആൾക്കാരാണ്. ഒന്ന് അടിയാട്ടിൽ കുടുംബത്തിലെ അംഗങ്ങൾ, മറ്റൊന്ന് അടിയാട്ടിൽ കുടുംബത്തിലേക്ക് പെണ്ണായി വന്നിട്ടുള്ള മരുമകളായി വന്നിട്ടുള്ള ആളുകൾ. അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടാവും ഞാൻ അടിയാട്ടിലൊന്നുമല്ല, ഞാൻ ഇന്നതാണ് എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ കണ്ട കുറേ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചിരി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിലതാണ്, അവരുടെ കുടുംബം എന്നുള്ളൊരു ചിന്തയുണ്ടാവും. ഇന്ന് രാവിലെ ചില ഭർത്താക്കന്മാർ വിളിച്ചപ്പോൾ അടിയാട്ടിലുണ്ടാവും എന്ന് ഉറപ്പിച്ച് പറയല്ലോ കേട്ടോ, ഞാൻ വിവാദം ഉണ്ടാക്കാൻ വന്നതല്ല, വിവാദം പ്രസംഗിക്കണം എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടൊരു സംഘടനയെ പറ്റിയിട്ടോ സംഘടനയെ വിമർശിച്ചുകൊണ്ടോ രാഷ്ട്രീയത്തിൻ്റെ അമിതമായ വിമർശനങ്ങളൊന്നും ഞാൻ നടത്താറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഒരേപോലെ സ്നേഹിച്ച് പോകുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ രാവിലെ വന്നിട്ട് അല്ല മോളെ ഇന്ന് നമുക്ക് പോകണ്ടേ കുടുംബസംഗമത്തിന്, ഞാൻ ഞങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞ ഒരാളെങ്കിലും ഇതിലുണ്ടാകും. ചിലപ്പോൾ ഞാൻ ഉറപ്പിച്ച് പറയല്ല, ചിലപ്പോൾ ഇന്നായിരിക്കും പണ്ടെടുത്ത 10 പവൻ ചോദിച്ചിട്ടുണ്ടാകും. ഞാൻ അന്ന് കുടുംബസംഗമത്തിന് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 10 പവൻ കാട്ടിന്ന്. ഇങ്ങനെ ആ അവസരത്തിൽ ഇന്ന് ആ 10 പവൻ എടുക്കൂല എന്ന് എല്ലാവർക്കും ഉറപ്പാണ്. പക്ഷെ എന്നാലും ചിലപ്പോൾ എന്താ ഇപ്പോൾ 10 പവൻ്റെ വില എന്താണെന്നൊക്കെ അവിടെ ചോദിച്ചാൽ അറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നേഹബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടിയാണ്. നമുക്ക് ദേഷ്യം വന്നാൽ പുറത്തേക്ക് അതിൻ്റെ ശബ്ദമുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദേഷ്യം വന്നാലും പുറത്തേക്ക് ആ ശബ്ദം വരാതിരിക്കുക എന്നത് മര്യാദയാണ്, അച്ചടക്കമാണ്. അത് നമ്മുടെ ശീലമാണ്. അതിനാണ് സംസ്കാരം എന്ന് പറയാം. നമുക്ക് എതിരായിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് പ്രവർത്തിക്കുന്നു അതാണ് സംസ്കാരം. നമുക്ക് അനുകൂലമായിട്ട് വരുമ്പോൾ എല്ലാവരും കൂടിയിട്ട് ചിരിച്ച് കയ്യൊക്കെ കൊടുക്കൽ വലിയ സംസ്കാരമൊന്നുമല്ല. പക്ഷേ നമുക്ക് വിഷമങ്ങൾ വരുമ്പോൾ നമ്മൾ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് സംസ്കാരം. ഉദാഹരണത്തിന് ഇപ്പോൾ കുടുംബസംഗമത്തിൽ ആരെങ്കിലും പിണങ്ങിയവരെത്തി ഇവിടെ വെച്ച് കണ്ടു. ആ കണ്ട സമയത്ത് കുടുംബത്തിൻ്റെ ഒരു ബന്ധത്തിനെങ്കിലും പോയിട്ടൊരു കൈയ്യൊടുക്കുക, അത് നമ്മുടെ സംസ്കാരമാണ്, നമ്മുടെ മര്യാദയാണ്. അല്ലാതെ അന്നങ്ങനെ സംഭവിച്ചു അതുകൊണ്ട് കുടുംബസംഗമത്തിൽ നിന്ന് കൂടിയാലും മിണ്ടരുത് എന്നത് നമ്മുടെ സംസ്കാര ശൂന്യതയാണ്. ഞാനിവിടെ ഉണ്ട് എന്നല്ല പറയുന്നത് കേട്ടോ, നമ്മുടെ സംസ്കാര ശൂന്യതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളെ അവഹേളിക്കുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു വെച്ചത് എന്തെന്ന് ചോദിച്ചാൽ, ഒരാൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളെ അപമാനിക്കുക എന്നത്, എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോയി മാപ്പ് പറയുകയും ചെയ്യുക എന്നത്, ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളുടെ ഉടുതുണി അഴിക്കുകയും എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ അത് തിരിച്ചേൽപ്പിച്ചവനെയും പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെ ഇളിംഭ്യനാക്കുക, ഒരാളെ ചീത്ത പറയുക, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യാതിരിക്കുക, എന്നിട്ട് ആളുകളത് ചർച്ചയാക്കുക, എന്നിട്ട് എപ്പോഴോ പോയിട്ട് എന്താക്കുക, അതിന് മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരാളുടെ വസ്ത്രമഴിക്കുകയും എന്നിട്ട് ഒറ്റയ്ക്കിരിക്കുമ്പോൾ പോയി തിരിച്ചേൽപ്പിച്ചവനെയും പോലെയാണ്. വലൈസ മിന്ന, അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ ഈ അടുത്തിടെ നമ്മുടെ BP അങ്ങാടിയുടെ അപ്പുറത്ത് എൻ്റെ ഒരു അകന്ന കുടുംബത്തിൽ ഒരു ഏട്ടത്തി മരിച്ചിട്ടൊരു അനിയത്തി പോയിട്ടില്ല. അങ്ങോട്ട് വ്യക്തിയുടെ പേരോ അല്ലെങ്കിൽ സ്ഥലമോ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ അവിടെ പോയിട്ട് സംസാരിച്ചു, ഇന്ന് നിങ്ങൾ പോകണം, ഇന്ന് നിങ്ങൾ പോയിട്ട് എന്താക്കണം, അതിലൊക്കെ പങ്കെടുക്കണം, ബാക്കിയുള്ളതൊക്കെ നമുക്ക് പിന്നീട് തീർക്കാം. പക്ഷെ അവർ പോയില്ല. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തിയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്നും എൻ്റെ മനസ്സിൽ ആ സങ്കടമുണ്ട്. അവർക്ക് ചിലപ്പോൾ കാരണങ്ങളുണ്ടാകാം, 2 പേരുടെ അടുക്കലൊക്കെ ഉണ്ടാകാം. ഇപ്പം അവർ മിണ്ടുന്നു പോകുന്നു, കാലങ്ങളൊക്കെ ആകുന്നു. പക്ഷെ ആ കാലം ഒരാളും മറക്കില്ല. അഥവാ ജ്യേഷ്ഠത്തി മരിച്ചു കിടക്കുന്ന സമയത്ത് അനിയത്തി എത്തി നോക്കാത്ത ആ ഒരു അവസ്ഥയുണ്ടല്ലോ, അത് പിന്നീട് ചർച്ചകളായി കാലങ്ങളിലൂടെ സഞ്ചരിക്കും. എത്ര ഇനി അവർ നന്നായാലും അതിനാണ് നമ്മൾ സംസ്കാരമെന്ന് പറയുക. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, കോട്ടക്കൽ പ്രദേശത്ത് ഒരാളുടെ മകൾ ഒരു പ്രണയത്തിലകപ്പെട്ട് അവസാനത്തെ കല്യാണത്തിൽ കലാശിച്ചു. അന്ന് ആ മനുഷ്യൻ്റെ പേരോ ഒന്നും നമ്മൾ പറയുന്നില്ല, ആ മനുഷ്യൻ തൊട്ടടുത്തുള്ള പള്ളിയുടെ മച്ചിൽപ്പുറത്ത് പോയി കിടന്നു, കൈ കൊടുക്കാൻ വന്നില്ല. എന്നിട്ട് അവിടെ പോയിട്ട് കിടന്നു. ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോയി. എന്നോട് ആളുകൾ പറഞ്ഞു, നിങ്ങളൊന്ന് പോയിട്ട് സംസാരിക്കുക, എല്ലാവരും സംസാരിച്ചാലൊന്നും ചിലരൊന്നും കേൾക്കില്ല.
അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പോയി പറഞ്ഞപ്പോൾ അദ്ദേഹം കരഞ്ഞോണ്ട് എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു മോളില്ല എന്ന് ഞാൻ അവിടെ തീരുമാനിച്ചിരിക്കുകയാണ്. കല്യാണ ദിവസം അവിടെ നിക്കാഹ് നടക്കുന്നു, ആളുകൾ കൂടുന്നു, സ്വന്തം പിതാവ് പള്ളിയുടെ മേൽ പോയി കിടന്നുറങ്ങുകയാണ്. ഏതായാലും പിന്നീട് എന്താ, ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ മാറും, കാലങ്ങൾക്ക് ശേഷം ഇതൊക്കെ എന്താകും, മാറും, എല്ലാം ശരിയാകും. എന്നിട്ട് പിന്നീട് നിങ്ങൾ എത്ര വലിയ ആളായാലും ആളുകൾ ഈ ചർച്ച നിർത്തില്ല. പറഞ്ഞതുപോലെ തന്നെയാണ്. ഇപ്പം മരുമകനെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവരും നല്ല ഉഷാറായിട്ട് നടക്കുന്നു. പക്ഷേ ആ കാലം അന്ന് കല്യാണത്തിന് കൂടി ഒരാളും മറക്കില്ല. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നേഹബന്ധങ്ങൾ ഒരു സംസ്കാരം കൂടിയാണ്. അത് ദീനാണ് നമ്മുടെ സംസ്കാരം, ദീനാണ് നമ്മുടെ സംസ്കാരം. ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താ? ഒരു മനുഷ്യന് തസ്കിയത്ത് കിട്ടണമെങ്കിൽ അള്ളാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ഉലമാക്കളുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം, ഒന്ന് തെർബിയത്താണ്, മറ്റൊന്ന് തസ്കിയത്താണ്. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഹൃദയത്തിന് കിട്ടേണ്ടതാണ്, തസ്കിയത്ത് ആത്മാവിന് കിട്ടേണ്ടതാണ്. തെർബിയത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിലൂടെ കിട്ടേണ്ടതാണ്, തസ്കിയത്ത് അള്ളാഹു നേരിട്ട് തരേണ്ടതാണ്. അള്ളാഹു പറഞ്ഞത് അഥവാ തെർബിയത്തുള്ളവൻ വിജയിച്ചു എന്നല്ല, അള്ളാഹു പറഞ്ഞത് തസ്കിയത്തുള്ളവൻ വിജയിച്ചു എന്നാണ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. അതിനെക്കുറിച്ച് ഉലമാക്കൾ കൊടുത്തിട്ടുള്ള അർത്ഥം എന്താണെന്നറിയോ? ആത്മാവിൻ്റെ അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ എല്ലാവരെയും, ഏത് എതിരാളികളെയും സ്നേഹപൂർവ്വം കാണുമ്പോൾ മാത്രമാണ് സത്യത്തിൽ എന്താകുന്നത്, തസ്കിയത്തിലേക്ക് ഒരാൾ കയറുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിജയിക്കണമെങ്കിൽ, അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞത്, 3 ദിവസത്തിൽ കൂടുതൽ ഒരാൾ പിണങ്ങി നിന്നാൽ പിന്നീട് അവൻ്റെ നിസ്കാരമോ അവൻ്റെ ഹജ്ജോ അവൻ്റെ സക്കാത്തോ ഒന്നും ആകാശലോകത്തിലേക്ക് ഉയരുകയില്ല. ഇത് പറഞ്ഞതാരാ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്ന് വെച്ചിട്ട് പിന്നെ ഒരാൾ മാപ്പ് വന്ന് പറഞ്ഞിട്ടും അയാൾക്ക് മാപ്പ് കൊടുക്കുന്നില്ല എങ്കിൽ അയാളെപ്പോലെ വൃത്തികെട്ടൊരു മനുഷ്യൻ ഈ ലോകത്തിലില്ല എന്നും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുക. ഒരാൾ ഒരു അബദ്ധം ചെയ്തു, എന്നിട്ട് വന്നിട്ട് മാപ്പ് ചോദിച്ചു. മാപ്പ് ചോദിച്ച ആൾക്ക് മാപ്പ് കൊടുക്കാത്ത ആളുകളുണ്ടല്ലോ, അവന് അള്ളാഹു മാപ്പ് കൊടുക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അഥവാ സ്വർഗത്തിന്റെ കവാടത്തിൽ 70 വാക്കുകൾ. എൻ്റെ സഹോദരിമാരെ, സഹോദരങ്ങളെ, നിങ്ങൾ കേൾക്കണം. സ്വർഗത്തിൻ്റെ വാതിൽ, പ്രധാനപ്പെട്ട സ്വർഗത്തിന് 8 വാതിലുകളുണ്ട്. അതിൽ പ്രധാന കവാടത്തിൽ എന്താ എഴുതി വെച്ചിട്ടുള്ളതെന്ന് അറിയാം? ഹദീസിൽ നമ്മൾ കാണണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നല്ല, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ എന്നല്ല, അല്ലെങ്കിൽ റഹ്മാൻ റഹീം എന്ന പദങ്ങളൊന്നുമല്ല. സ്വർഗത്തിൻ്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിച്ചത് ഉമ്മത്തും മുദ്നിബത്തുൻ വറബ്ബുൻ ഗഫൂർ എന്നുള്ള പദമാണ്. ഉമ്മത്തും മുദ്നിബത്തുൻ വറബ്ബുൻ ഗഫൂർ, അതാണ് സ്വർഗത്തിന്റെ കവാടത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഉമ്മത്തും മുദ്നിബത്തുൻ, പാപങ്ങൾ ചെയ്യാനുള്ള ഉമ്മത്തും, വറബ്ബുൻ ഗഫൂർ, പുറത്തു കൊടുക്കാൻ ഒരു റബ്ബും. ഇതാണ് സ്വർഗത്തിന്റെ കവാടത്തിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുള്ളത്. ഈ പുറത്തു കൊടുക്കുന്ന റബ്ബ് എന്ന് അവൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആളുകളോട് പൊറുക്കാത്തിടത്തോളം കാലം അള്ളാഹു നമുക്ക് പുറത്തു തരില്ല. നാളെ ഖിയാമത്ത് നാളിൽ 3 കോടതിയുണ്ട് എന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഒറ്റ കോടതിയല്ല. ഒന്ന് ഹുഖൂഖുൽ ഇബാദ്, അള്ളാഹുവുമായി ബന്ധപ്പെട്ടതിനൊരു കോടതി. അവിടെയാണ് ശിർക്കിനെ കുറിച്ച്, ബിദ്അത്തിനെ കുറിച്ച്, എല്ലാറ്റിനും തൗഹീദിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നത് അവിടെയാണ്. രണ്ടാമത്തെ കോടതി എന്ന് പറഞ്ഞിട്ട് ഹുഖൂഖുൽ ഇബാദ് എന്നത് ഹുഖൂഖുല്ല. ആദ്യത്തത് ഹുഖൂഖുല്ല, അള്ളാഹുവുമായി ബന്ധപ്പെട്ട കോടതി. അവിടെയാണ് തൗഹീദ്, സുന്നത്ത്, ബിദ്അത്തൊക്കെ ചോദ്യം ചെയ്യപ്പെടുക. രണ്ടാമത്തെ കോടതി ഏതാണെന്നറിയോ? ഹുഖൂഖുൽ ഇബാദ്, മാനവരാശിയോടും മൃഗങ്ങളോടും പക്ഷികളോടുമൊക്കെ നമ്മൾ ചെയ്ത പ്രവർത്തികൾ, അതിനെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. അതുകൊണ്ടാണ് എവിടെയെങ്കിലും കിടക്കുന്ന മൗദൂആയ ഹദീസല്ല, സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. ഒന്നും കൂടി പറയാം, ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് വിശ്വസിക്കുന്ന ഏറ്റവും ആധികാരിക ഗ്രന്ഥം സഹീഹ് ബുഖാരിയാണ്. ആ സഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. എന്ത്? പാവം ഒരു പെണ്ണ്, ആ പെണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല പെണ്ണായിരുന്നു. മർഅത്തുൻ സാലിഹ, നല്ല സാലിഹത്തായി നിസ്കരിച്ച് നോമ്പെടുത്ത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിനെ നന്നായിട്ട് ആരാധിച്ച് നടന്നിരുന്ന ഒരു പെണ്ണ്. പക്ഷെ ഒരു ദിവസം ഒരു പൂച്ചയെ കെട്ടിയിട്ടു. എന്നിട്ട് ആ പൂച്ചക്ക് വെള്ളം കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ ആ പൂച്ച ചത്തു. അതിന്റെ പേരിൽ ആ പെണ്ണ് എന്നേക്കുമായി നരകത്തിലേക്ക് പോയി എന്ന് കിടക്കുന്ന ഹദീസ് സഹീഹ് ബുഖാരിയിലാണ്. ഏറ്റവും നല്ല പെണ്ണായിരുന്നു, മർഅത്തുൻ സാലിഹ, അങ്ങേയറ്റത്തെ പെണ്ണായിരുന്നു, നല്ല പെണ്ണായിരുന്നു. പക്ഷേ ഒരു പൂച്ചയെ കെട്ടിയിട്ട്, ഇതാണ് ഹുഖൂഖുൽ ഇബാദ്. ഒരു പൂച്ചയെ കൊണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ പെറ്റ്സിനെ വളർത്താൻ സമ്മതിക്കാറില്ല. നിങ്ങളൊന്നും എന്നോട് എതിരെ പറയരുത്. പെറ്റ്സിനെ വളർത്താൻ ഞാൻ സമ്മതിക്കാറില്ല. കാരണം പെറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ സ്നേഹമുള്ളത് എന്നാണ്. ഇപ്പം എൻ്റെ പേര് സുലൈമാൻ എന്നാണ്. എനിക്കൊരു പെറ്റ് നെയിമുണ്ട്. എൻ്റെ ഉപ്പാപ്പ എന്നെ വിളിച്ചിരുന്ന, എൻ്റെ ഉമ്മാമ എന്നെ വിളിച്ചിരുന്ന, എൻ്റെ ഉമ്മ എന്നെ വിളിച്ചിരുന്ന, ഉപ്പ എന്നെ വിളിച്ചിരുന്നത് ബാപ്പു എന്ന പേരാണ്. ബാപ്പു എന്ന് വിളിക്കുന്നത് സുലൈമാനെ എന്ന് വിളിക്കണതിനേക്കാളും ഭയങ്കര രസമുള്ളൊരു പ്രയോഗമാണ്. അതാണ് നമ്മുടെ പെറ്റ് നെയിം. ചിലർക്ക് നിക്ക് നെയിം ഉണ്ടാവും. നിക്ക് നെയിം എന്ന് പറഞ്ഞാൽ ഇരട്ടപ്പേരാണ്.
എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പേര് അങ്ങനെ ഉണ്ടാവുമല്ലോ, മാറു ബഷീർ എന്നൊക്കെ പറഞ്ഞു കണ്ടല്ലോ മാതിരിയുള്ള ഒരു ഉദാഹരണം പറയണം കേട്ടോ, അല്ലാതെ അങ്ങനത്തെ ആൾക്കാരൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല. അത് നിക്ക് നെയിമാണ്, മറ്റത് പെറ്റ് നെയിമാണ്. അപ്പൊ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൃദയത്തിൽ പെറ്റെങ്ങാനും ചത്തുപോയാൽ ആ പെൺകുട്ടി ഇരുന്ന് അങ്ങനെ കാര്യം പെരക്കാർ മുഴുവൻ കരച്ചില്ലായിരിക്കും. പെറ്റ് ചത്തിട്ട് പലർക്കും അറിയാലോ. എന്തുകൊണ്ടാ പെറ്റിനെ വളർത്താത്തത് എന്ന ചോദ്യത്തിന് ഞാൻ വലിയ ആളാവല്ല കേട്ടോ. എന്നെങ്കിലും ഒരിക്കൽ നമ്മളൊരു ടൂറ് പോയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ പൂച്ചയെങ്ങാനും ചത്തു കഴിഞ്ഞാൽ സത്യത്തിൽ ആ പെണ്ണിന്റെ അവസ്ഥയിലേക്ക് നമ്മളും എത്തുമെന്നതുകൊണ്ടാണ്. അത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? ഹുഖൂഖുൽ ഇബാദ്, അല്ലാഹുവിന്റെ സൃഷ്ടി ചരാചരങ്ങളോടുള്ള ബന്ധങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് അഖ്റബാൻ, അഥവാ അവനോട് അടുത്ത കുടുംബക്കാരാണ്. ഏറ്റവും അടുത്ത കുടുംബക്കാരാണ് അവന്റെ ഏറ്റവും പ്രധാനികൾ. അതിന്റെ അപ്പുറത്തേക്ക് ആരുമില്ല. ഇപ്പൊ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ആർക്കാദ്യം കൊടുക്കാൻ വേണ്ടി പറഞ്ഞത്? അവന്റെ കുടുംബത്തിലെ ഫക്കീർ, അവന്റെ കുടുംബത്തിലെ മിസ്കീൻ, അവന്റെ കുടുംബത്തിലെ കടം കൊണ്ട് വലഞ്ഞവൻ, എല്ലാം കുടുംബത്തിനാ പ്രാധാന്യം കൊടുത്തത്. അത്രമാത്രം വലിയ കുടുംബമാണ്, അത്രമാത്രം വലിയ സ്ഥാനമാണ് കുടുംബത്തിന്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളോടും പിണക്കമില്ലാതെ എനിക്ക് ഇവിടെ നിന്നിട്ട് ഈ മൈക്കിലൂടെ നാളൊരു പക്ഷേ യൂട്യൂബിൽ വരുമായിരിക്കും, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എനിക്ക് എൻ്റെ കുടുംബത്തിലെ ഒരാളോടും ഒരു പിണക്കവും ഇല്ലാത്ത ഒരാളാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒരാൾക്കും എന്നെക്കുറിച്ച് അങ്ങനെ പറയാൻ കഴിയില്ല. അങ്ങനെ പറയാൻ നമുക്ക് കഴിയുന്നൊരവസ്ഥയുണ്ടാകണം. ഒരാളോടും അങ്ങോട്ടോ ഒരാൾക്കും ഇങ്ങോട്ടോ ഇല്ലാത്തൊരവസ്ഥയുണ്ടാകണം. അതിന് നമ്മൾ എന്തൊക്കെ ടോളറേഷൻ, എന്തൊക്കെ അവസ്ഥയിൽ അവരോട് ചിലപ്പോൾ നമുക്ക് പറ്റാത്തതൊക്കെ അവർ ചെയ്തിട്ടുണ്ടാകാം, ഉണ്ടായിട്ടുണ്ട്, തെറ്റിദ്ധാരണ പേരിൽ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അതൊക്കെ തീർക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ തീർത്തു പോകുമ്പോഴാണ് നമ്മൾ നല്ല ഒരു കുടുംബമാകുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഓരോ കുടുംബത്തിലും ചിലപ്പോൾ സ്വത്തിൻ്റെ പേരിൽ ആങ്ങളമാരും പെങ്ങന്മാരും തമ്മിൽ പ്രശ്നമാണ്. ഇതിന്നും പ്രശ്നമുണ്ട്. ചില ആൾക്കാർ സ്വത്തൊക്കെ വീതിക്കുമ്പോൾ കാണാൻ എൽ ഷേപ്പിലൊക്കെ, പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, എൽ ഷേപ്പിൽ, അതായത് പെങ്ങളെ ഭൂമി അതിൻ്റെ ഉള്ളിൽ പെട്ടിട്ട് ഭാവിയിൽ എനിക്ക് വാങ്ങണമെന്ന് തീരുമാനിച്ചിട്ടൊരു അളക്കലാണ്. അങ്ങനെ പാവം പെങ്ങളാകെ പെട്ടുപോകലാണ്. ഇങ്ങനെ ചുരുക്കത്തിൽ ആങ്ങളെയും പെങ്ങളും തമ്മിൽ പ്രശ്നം, ജ്യേഷ്ഠനും അനിയനും തമ്മിൽ പ്രശ്നം. ഇങ്ങനെ ജ്യേഷ്ഠനും അനിയനും തമ്മിൽ പ്രശ്നം ഉണ്ടായിട്ട് എന്താ കാര്യം? എന്നിട്ട് നമ്മൾ പള്ളിക്ക് 1 ലക്ഷം കൊടുക്കും, മദ്രസക്ക് 50,000 കൊടുക്കും. സ്വന്തം അനുജന്റെ വീട്ടിലേക്കുള്ള റോഡിന് ഒരു ചെറിയ ചാണ് വിട്ടുകൊടുക്കില്ല. ആ ഒരു ചാണ് വിട്ടുകൊടുത്താൽ ആകെ ഉണ്ടാവില്ല ചിലപ്പം 10,000 റുപ്യ ആയിരിക്കും. 10,000 റുപ്യ അനിയനെ സഹായിക്കാൻ പറ്റാത്ത ഒരാളെ ഇനി 10,000 കോടി പള്ളിക്കും കൊടുത്തിട്ടും കാര്യമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് അതിന്റെ സിസ്റ്റം വെച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നുണ്ട്, കൂട്ടുകുടുംബാദികളോട് പിണങ്ങി നിൽക്കുന്നവൻ ഏറ്റവും കൂടുതൽ ആയുസ്സാർക്ക. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ ദീർഘായുസ് കിട്ടുന്നത് ആർക്ക് എന്ന ചോദ്യത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കുടുംബ ബന്ധത്തെ എപ്പോഴും അടുപ്പിച്ചു നിർത്തിയവനെന്ന്. ഏറ്റവും കൂടുതൽ അള്ളാഹു ആയുസ് കൊടുക്കുന്ന കൂട്ടരിൽപ്പെട്ടത് ഏറ്റവും കുടുംബത്തിന് വേണ്ടി അവരെ അടുപ്പിക്കാൻ വേണ്ടിയിട്ട്, അടുപ്പിക്കാനല്ല അടുപ്പിക്കാൻ, അതിനുവേണ്ടി പ്രയത്നിച്ചവർക്ക് അള്ളാഹു പ്രത്യേകം ആയുസ് കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പിണക്കങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്, അല്ലാതെ അയാൾക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് തന്നെ. ഇപ്പൊ ഇന്നലെ ഒരു സ്റ്റഡി വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടോന്ന് അറിഞ്ഞ കൂടെ, കാംബ്രിഡ്ജിലെ സ്റ്റഡിയാണ്. രസകരമായൊരു പ്രയോഗം. അത് പറയുമ്പോൾ നമുക്ക് മടിയുണ്ട്, പക്ഷെ എന്നാലും ഞാനിപ്പോൾ സജീവ രാഷ്ട്രീയക്കാരനൊന്നുമല്ല കേട്ടോ. ഇന്നലെ നടന്ന സ്റ്റഡിയിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ ആര് എന്നുള്ള പഠനത്തിന് അതിന് ഉത്തരം കിട്ടിയത് എന്താണെന്നറിയോ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് പറയാം, ഒന്നാമത്തെ ഉത്തരം രാഷ്ട്രീയക്കാരെന്നാണ്. രാഷ്ട്രീയക്കാർക്ക് അപാരമായിട്ട് ആയുസ്സുണ്ട് അത്രേ. ഞാൻ രാഷ്ട്രീയത്തെ പ്രൊമോട്ട് ചെയ്യല്ല. അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള പഠനം വെറുതാണ്ട് പറഞ്ഞാൽ പോരല്ലോ. അവരെപ്പോഴും ആൾക്കൂട്ടത്തിലാണ്, എപ്പോഴും ആളുകൾക്കിടയിലാണ് എന്നാണ് പഠനം. ഞാൻ ഇന്നലെ അതൊരു ഭയങ്കര രസകരമായൊരു ചർച്ച, ഞാൻ ഇന്നലെ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള യാത്രയിൽ ഫുൾ അതായിരുന്നു ചർച്ച. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർഷകരുണ്ട്, അധ്യാപകരുണ്ട്, ഡോക്ടേഴ്സിന് ആയുസ് കുറവാണെന്നാണ്. ഡോക്ടേഴ്സ് ആണല്ലോ സത്യത്തിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. അവർക്ക് എപ്പോഴും ഈ നെഗറ്റീവ് ഇങ്ങനെ കേട്ടോ. ഡോക്ടേഴ്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഈ പഠനത്തിൽ പറയുന്നത് ഡോക്ടേഴ്സിനെ കുറവ്, കാരണം നെഗറ്റീവ് ഇങ്ങനെ കേൾക്കുക. ഞാൻ കൗൺസിലിംഗ് നിർത്താൻ കാരണം ആയുസ് കൂടാനല്ല, എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവായിരിക്കും. വേറെ ഒന്നും നമ്മൾ കേൾക്കൂലല്ലോ. ഒരു പോസിറ്റീവായിട്ടൊരു സാധനം കേൾക്കൂല. കോട്ടയത്തൊക്കെ പോയാൽ പോസിറ്റീവായിട്ടുള്ള കേൾക്കും. ഞങ്ങൾ തമ്മിലൊരു പ്രശ്നമില്ല, പ്രശ്നം ഇല്ലാതിരിക്കാൻ എന്താ ശ്രദ്ധിക്കേണ്ടത് ചോദിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുടുംബ ബന്ധങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുക എന്നതാണ്. ഞാൻ അടുത്ത് സൂചിപ്പിക്കാറുണ്ട്, ഒരു കവിത നമ്മുടെ മനസ്സിൽ നിന്ന് പോകാത്തത് അല്ലാമ ഇക്ബാലിന്റെ കവിതയാണ്. ഒരു ജ്യേഷ്ഠനും അനിയനും തമ്മിൽ പ്രശ്നം നടന്നു. ആ പ്രശ്നം നടന്നപ്പോ ജ്യേഷ്ഠൻ പോയിട്ട് മാപ്പ് പറഞ്ഞു അനുജനോട്. പക്ഷെ അനുജൻ മാപ്പ് കൊടുത്തില്ല. അനുജൻ പറഞ്ഞു, ഞാൻ മാപ്പ് തരൂല എന്ന് പറഞ്ഞു. കാലങ്ങളോളം ഈ ജ്യേഷ്ഠൻ കാത്തിരുന്നു. എന്നിട്ട് അവസാനം പ്രായം വന്ന് വാർദ്ധക്യത്തിലെത്തി അവസാനം അസുഖം വന്നിട്ട് മരണത്തോട് മല്ലടിച്ച് നിൽക്കുകയാണ്.
എന്നും രാവിലെ കൊലായിൽ വന്നിരിക്കും. എന്നിട്ട് അനുജൻ വരുന്നുണ്ടോ എന്ന് നോക്കും. എന്നിട്ട് ഒരുപാട് കണ്ണുകൾ നിറച്ച് ആ പാവം പോയി കിടന്നുറങ്ങും. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ആ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. വിട പറഞ്ഞപ്പോ ജ്യേഷ്ഠൻ അനിയൻ വരികയാണ്, ഓടി വരികയാണ്. കാരണം എന്താണെന്നറിയോ? ഇനി ആൾക്കാർ പറയും, മരിച്ചിട്ടും ചെന്നില്ലെങ്കിൽ ആൾക്കാർ പറയല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നൊരു സജീവമായി അന്നെല്ലാവരുടെ മുമ്പിലും കണ്ണിൽ പൊടിയിട്ട് അവസാനം മയ്യത്ത് കുളിപ്പിച്ച് ജനാസ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അനുജൻ എന്തായി, മയ്യത്ത് കെട്ടിലൊന്ന് പിടിച്ചു. മയ്യത്ത് കെട്ടിൽ പിടിച്ചു. കാരണം എന്താന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരിച്ചോട്ടെ എനിക്ക് സ്നേഹം ഉണ്ടായിരുന്നു എന്ന്. അയാളുടെ പ്രശ്നമായിരുന്നു, എൻ്റെ പ്രശ്നമല്ലായിരുന്നു എന്ന് വിചാരിച്ചോട്ടെ എന്നാണ്. ആ സമയത്ത് ഈ മയ്യത്ത് വിളിച്ചു പറയുന്ന പോലെ ലോകത്തിന്റെ മഹാകവി വിളിച്ചു പറയാണ്, വിട്ടേച്ചു പോ നീ എന്തിനായി ചുമന്നുകൊണ്ട് നടക്കുന്നത്? ആരെയാ നീ ചുമക്കുന്നത്? ഞാനും നീയും ജ്യേഷ്ഠനും അനുജനുമായിരുന്നു ഇന്നലെ വരെ. മരണത്തോടു കൂടി നമ്മൾ പിരിഞ്ഞു. ഇനി നാളെ ആഖിറത്തിൽ വരുമ്പോ അവിടെ വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ. ഇത് വെറുതെ പറഞ്ഞു വെച്ചതല്ല, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ. അവിടെ ആദ്യം പറഞ്ഞത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി എന്നാണ്. കാരണം അല്ലാഹ്ക്കറിയാം ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ പ്രശ്നമുണ്ടാകുന്നത് സഹോദരങ്ങൾ തമ്മിലാണെന്ന്. തന്നെയല്ല, ലോകത്തിൽ ആദ്യത്തെ പ്രശ്നമുണ്ടായതും ഹാബീലും കാബീലും തമ്മിലുള്ള പ്രശ്നമാണ്. ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ദ ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് അതാണ്. ഇവർ രണ്ടുപേരുമുള്ള പ്രശ്നമാണ്. അവിടെ അള്ളാഹു ആദ്യം തന്നെ സാഹിബിനെ പറഞ്ഞില്ല, ആദ്യം തന്നെ മാതാപിതാക്കളെ പറഞ്ഞില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ. ഭാര്യയും മക്കളൊക്കെ ലാസ്റ്റാ പറഞ്ഞത്. ആദ്യം പറഞ്ഞത് സഹോദരങ്ങൾ എന്നാണ്. ഖുർആൻ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഒക്കെ ഉണ്ട്. ഖുർആനിൽ അപാര സയന്റിഫിക് ആയിട്ടുള്ള മെത്തഡോളജി ഉണ്ട്. വെറുതെ അല്ല. ഉദാഹരണത്തിന് നിങ്ങൾ വെറുതെ വീട്ടിൽ പോയിട്ട് ഇന്ന ആഴ്ത്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞ സൂറത്തൊന്ന് നോക്ക്. നിങ്ങൾ എത്രമാത്രം അത് പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന്റെ അർത്ഥം പഠിക്കുക. അതിന് 10 ലെറ്ററാണ് ആവർത്തിച്ചു വരുന്നത്. എണ്ണാതിരുന്നാൽ ഇന്ന ആഴ്ത്തൈനാക്കൽ കൗസർ എന്ന് പറഞ്ഞാൽ 10 ലെറ്ററാണ്. ഇപ്പുറത്തുള്ളതിനും 10 ലെറ്ററാണ്, അപ്പുറത്തുള്ളതും 10 ലെറ്ററാണ്. 10 ലെറ്ററിന്റെ ഒരു കണക്കാണ്. എന്നാൽ അതെല്ലാം അവസാനിക്കുന്നത് റാ എന്ന ലെറ്ററിലാണ്. റാ എന്ന് പറഞ്ഞ നിങ്ങൾ വീട്ടിൽ പോയിട്ട് നോക്ക്. അലിഫ് ബാത്ത എന്ന് പറയുന്നതിൽ റാ 10ാമത്തെ അക്ഷരമാണ്. 10 കൊണ്ടുള്ള കളിയാണ് സത്യത്തിൽ അതിൽ നടക്കുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഒരു ലോജിക്കാണ്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിർമ്മിച്ചു തന്ന സാധനങ്ങളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമെന്ന് പറഞ്ഞത് 3 സ്ഥലത്താണ്. നതവഫഅന്നക എന്ന് പറഞ്ഞ പ്രയോഗം 3 സ്ഥലത്താണ്. അത് ഒന്ന് 40ാമത്തെ സൂറത്തിലാണ്, ഒന്ന് 13ാമത്തെ സൂറത്തിലാണ്, ഒന്ന് 10ാമത്തെ സൂറത്തിലാണ്. വീട്ടിൽ പോയിട്ട് വേണമെങ്കിൽ നോക്കി, അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് GPT കയറിയിട്ട് പ്രൈമിൽ കയറിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഇപ്പൊ ചാറ്റ് GPT മുസ്ലിമാന്നാ പറഞ്ഞത്. അതെന്താ അതിന്റെ പ്രത്യേകത? 40 വയസ്സ് വരെയുള്ള ജീവിതം വേറൊന്നായിരുന്നു, പിന്നെയുള്ള 10 വർഷത്തെ ജീവിതം വേറൊന്നായിരുന്നു, പിന്നെയുള്ള 13 വർഷത്തെ ജീവിതം വേറൊന്നായിരുന്നു. മക്കത്ത് 40 വയസ്സ് വരെ നുബുവത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും സത്യസന്ധനായിരുന്നു, വളരെ വിശ്വസ്തനായിരുന്നു, സുന്ദരമായൊരു ജീവിതം, എല്ലാവർക്കും സർവാംഗീകൃതൻ. പിന്നെയുള്ള 13 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പീഡിതനായി സങ്കടത്തോടു കൂടി ജീവിച്ചിട്ടുള്ള 13 വർഷം മക്കത്ത്. പിന്നെ മദീനയിലേക്ക് പോയിട്ട് 10 വർഷം. ഞാൻ പറയുന്നത് മാത്തമാറ്റിക്കൽ ലോജിക് അല്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 10ാമത്തെ സൂറത്തിലും 13ാമത്തെ സൂറത്തിലും 40ാമത്തെ സൂറത്തിലും തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങൾ ഈ ലോകത്തോട് വിട പറയുമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനൊക്കെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഉണ്ട്. ഇതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പറഞ്ഞു വെക്കുകയാണ്, അഥവാ പരസ്പരം പിണങ്ങി നിൽക്കുന്നവൻ. അതുകൊണ്ട് ഈ മയ്യത്തും കൊണ്ട് ഇങ്ങനെ പോകുമ്പോ ഈ മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ കവി എഴുതാണ്, ഇട്ടേച്ചു പോ നീ, നാളെ ആഖിറത്തിൽ നമുക്ക് തമ്മിൽ കണ്ടുമുട്ടാം. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സഹോദരന്മാർ തമ്മിൽ ഭിന്നിച്ചോടുന്ന ദിവസം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അവര് പേടിച്ചരണ്ടിട്ട് ജ്യേഷ്ഠനെ അനുജൻ കണ്ടാൽ, അനുജനെ ജ്യേഷ്ഠൻ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോടുന്ന ദിവസം എന്നാ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ദുനിയാവിൽ പിണങ്ങി നടന്നവർ, ഈ ദുനിയാവിൽ ദീനില്ലാതെ നടന്നവർ, ഈ ദുനിയാവിൽ പിണക്കത്തോടു കൂടി നടന്നവർ നാളെയുള്ള ലോകത്തിൽ തിരിഞ്ഞു നടക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പറയാണ്. അതിനെപ്പറ്റി പറഞ്ഞതോ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ മാതാപിതാക്കൾ പരസ്പരം ഭിന്നിച്ചോടുന്ന സമയം. സാഹിബ എന്നാണ് പ്രയോഗിച്ചത്. അവിടെ ഭാര്യയും മക്കളും പിണങ്ങിയോടുന്ന ദിവസം, പിന്തിരിഞ്ഞോടുന്ന ദിവസം, പരസ്പരം കണ്ടാമുണ്ടാത്ത അവസ്ഥ. ഈ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ ഈ ജീവിതത്തിൽ സുന്ദരമായ ജീവിതം തീർക്കണം. അതിന് സാമ്പത്തികമല്ല വേണ്ടത്. നിങ്ങളൊക്കെ ഒരു വിചാരം, അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരു വിചാരം സാമ്പത്തികം ഏറ്റവും ഉഷാറായാൽ എല്ലാ പ്രശ്നം തീരുന്നതാണ്. സാമ്പത്തികം ഉള്ളിടത്താണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൂടുതൽ. ജ്യേഷ്ഠനും അനിയനും തമ്മിലുള്ള പ്രശ്നങ്ങൾ എവിടെ കൂടുതൽ നടക്കുന്നത്? ഏറ്റവും കൂടുതൽ സ്വത്തുള്ളിടത്ത്. എൻ്റെ ഒരു സുഹൃത്ത് പറയാറുണ്ട്,
അവന് പ്രത്യേകിച്ച് സ്വത്തൊന്നുമില്ല. അവിടെ പറയും എനിക്ക് ഭയങ്കര സുഖം, ഞങ്ങളെല്ലാവരും നല്ല സുഖത്തില്ല. കാരണം ജ്യേഷ്ഠന്മാർ തമ്മിൽ വഴക്കൊന്നുമില്ല, ഒരു സെന്റ് പോലും വീതിച്ചെടുക്കാനില്ല. വീതിച്ചെടുക്കാനുള്ളവർക്കിടയിലായി പ്രശ്നം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹബന്ധങ്ങൾ നിലനിർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം. യാത്ര എന്ന് പറയുന്നത് വ്യത്യസ്തമായ യാത്രകളുണ്ട്. നമ്മളെപ്പോഴും ഭാര്യയും മക്കളെയും കൊണ്ടാണ് പോവല്. അതിൽ പ്രധാനപ്പെട്ട ഒരു യാത്ര ഉണ്ട്, അതേതാണെന്നറിയോ? ആ യാത്ര ഭാര്യയെ കൊണ്ട് മാത്രം പോവലാണ്. ഭാര്യമാർക്ക് വേണ്ടി 2 വാക്ക് പറഞ്ഞോട്ടെ. ഭാര്യയും കൊണ്ട് മാത്രം ഒരു യാത്ര ഉണ്ട്. അഥവാ ഏട്ടത്തിൻ്റെ മക്കള് ഏട്ടത്തിയും ഭർത്താവും കൂടി പോകുമ്പോൾ നമ്മൾ വീട്ടിൽ കൊടുന്നാക്കുക. മക്കളിനോട് പിണങ്ങരുത് കേട്ടോ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്രയിൽ ഏറ്റവും പ്രധാനപ്പെട്ട യാത്രയാണ് 2 ആളും കൂടി മാത്രമുള്ള യാത്ര. ആ സമയത്താണ് ഓട്ട മത്സരം നടത്തിയത്. ആയിഷ റളിയല്ലാഹു തആല ഓടിയത്, ആയിഷ റളിയല്ലാഹു തആല ആദ്യത്തിൽ തോറ്റത്, പിന്നെ വിജയിച്ചത്, റസൂലുള്ളാഹി തോറ്റു കൊടുത്തത്, ഇതൊക്കെ അപ്പോഴാണ്. അഥവാ ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര വലിയ ബന്ധമായിരിക്കണം, പ്രണയമായിരിക്കണം എന്നാണ് ഖുർആൻ. മവദ്ദത്തും റഹ്മ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. പരസ്പരം പ്രണയത്തിലായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ. നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഹായ് അയക്കും. ഇതുവരെ ഭർത്താവിന് ഹായ് അയച്ചിട്ടുണ്ടാവില്ല, ഇതുവരെ ഭാര്യയ്ക്ക് ഹായ് അയച്ചിട്ടുണ്ടാവില്ല. കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കൊക്കെ നമ്മൾ അയക്കും. ഭാര്യയ്ക്ക് ഹായ് അയക്കണം. കാരണം ഒരു പ്രണയബന്ധമുണ്ടാകണം ഭാര്യയും ഭർത്താവും തമ്മിൽ. ഖുർആൻ മവദ്ദത്തും റഹ്മ, പരസ്പര പ്രണയവും കാരുണ്യവും നിങ്ങൾക്കിടയിൽ ഉണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അർത്ഥം വെച്ച് തരികയാണ് വിശുദ്ധ ഖുർആനിനെ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്നേഹബന്ധം. മാതാപിതാക്കൾ ഇവിടെ നമ്മൾ ആദരിച്ചു, അതിമനോഹരമായ ആദരം. എല്ലാവർക്കും ഷാളക്കെട്ടെടുത്ത് അതിലൊരു പാവ സ്ത്രീ കണ്ണിങ്ങനെ നിറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാനത് കൊടുക്കുമ്പോൾ, ഞാൻ ആ ഷാൾ ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ ഇങ്ങനെ കണ്ണിങ്ങനെ നിറച്ചിട്ട് ഇങ്ങനെ തിരിയുന്നുണ്ട്. ഫോട്ടോക്കൊന്നും തിരിയാനതിന് പറ്റണില്ല. ആദരത്തിൻ്റെ സന്തോഷമാണ്. പക്ഷേ വീട്ടിൽ പോയിട്ട് സ്വന്തം മക്കളും മരുമക്കളും തമ്മിൽ വീണ്ടും അനാദരവാണ് കാണിക്കുന്നതെങ്കിൽ ഈ ഒറ്റ ദിവസത്തിൻ്റെ ആദരം കൊണ്ടെന്ത് കാര്യം? വീട്ടിൽ തിരിച്ചെത്തിയിട്ട് പിന്നെയും മരുമക്കളും മക്കളും കൂടി ആകെ പ്രശ്നത്തിലാണ് ഈ ഉമ്മാനെ ഇട്ടെങ്കിൽ പിന്നെന്ത് കാര്യം? അതുകൊണ്ട് ആ സ്നേഹം വീണ്ടും നിലനിൽക്കാനുള്ള ഒരു ആദരമാണ്. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക. മാതാപിതാക്കളോടൊരു വാക്ക്, ഇവിടുത്തെ എല്ലാ അമ്മായിമ്മമാരോടും ഒരു വാക്ക് എന്ന് വെച്ചാൽ സ്വന്തം മരുമക്കളെ മക്കളായി കാണാത്തിടത്തോളം കാലം നമുക്കാർക്കും സുന്ദരമായ ജീവിതം ഉണ്ടാവില്ല. എപ്പോഴാണ് മനുഷ്യൻ ആക്സിഡന്റ് വരിക? അപ്പോൾ ഇവിടെ കയറിയ ഉടനെ തന്നെ ഞാൻ കുറേ ഫോൺ ചെയ്ത് നിങ്ങൾ കണ്ടു. എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് ജമാലുദ്ദീൻ സാഹിബ് ആക്സിഡന്റ് പെട്ടിട്ട് ഇക്ര ഹോസ്പിറ്റലിലാണ്. അതുകൊണ്ട് നിങ്ങൾ ഡോക്ടറൊന്ന് വിളിക്കുമോ എന്ന് എൻ്റെ ജ്യേഷ്ഠൻ വിളിച്ച് ചോദിക്കുകയാണ്. ജ്യേഷ്ഠനെ വിളിച്ച് ചോദിക്കാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണെന്ന് പറയും. ഇന്ന് രാവിലെ എന്നോട് സംസാരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമായിരുന്നു മിനിയാന്ന്. അതിലെല്ലാവരും കൂടിയതാണ്. ഇന്ന് ആക്സിഡൻ്റ് ആയിട്ട് അതാ കിടക്കണം ഇക്ര ഹോസ്പിറ്റലിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എൻ്റെ കുടുംബത്തിലൊരു കുട്ടി ഇന്നലെ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടതാണ്. തിരിച്ചു വരുമ്പോൾ ഒരു ആക്സിഡൻറ്റ്. ആൾ ഓപ്പറേഷന് വേണ്ടിയിട്ട് ഇതാ നമ്മളൊരു ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതം എത്രയൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറേ നന്നായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഞാൻ അടിയാട്ടിൽ അങ്ങനെ ഉണ്ടെന്നല്ലോ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ ഒന്നായിട്ട് മുന്നോട്ട് പോകണം. ഏതെങ്കിലുമൊക്കെ പരസ്പരം അമ്മായിയുടെ മക്കളും മൂത്തമ്മാൻ്റെ മക്കളും പിന്നെ എളിയമാൻ്റെ മക്കളും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ. നമ്മൾ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകണം. അള്ളാഹു ഒരിക്കലും പുറത്തു തരില്ല. അഥവാ അള്ളാഹുവോട് ചെയ്ത ഷിർക്ക് അള്ളാഹുവാണ് പുറത്തു തരേണ്ടത്. പക്ഷേ മക്കളോട് പിണങ്ങി നിന്നത്, ഭാര്യയോട് പിണങ്ങി നിന്നത്, കൂട്ടുകാരോട് പിണങ്ങി നിന്നത്, അവർക്ക് പ്രശ്നമുണ്ടാക്കിയത്, പരസ്പരമുണ്ടായ പ്രശ്നങ്ങൾ അള്ളാഹു പുറത്തു തരുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾ കഅബയിൽ പോയി കില്ല പിടിച്ചിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചാലും അള്ളാഹു അത് പുറത്തു തരില്ല എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ആ ആളുകൾ പുറത്തു തന്നാലല്ലാതെ അള്ളാഹുവോട് അപേക്ഷ നിങ്ങൾ അപേക്ഷിക്കേണ്ടതില്ല എന്ന്. അതുകൊണ്ടാണ് നാളെ മഹ്ശറയിൽ 3 കോടതി എന്നൊരു ഹദീസിൽ കാണുന്നത്. ഒന്ന് മനുഷ്യരോടുള്ള ബന്ധങ്ങൾ അഥവാ ജീവജാലങ്ങളുള്ള ബന്ധങ്ങൾ, ഒന്ന് അള്ളാഹുവോടുള്ള ബന്ധങ്ങൾ, മറ്റൊന്ന് ഇബാദത്തിന്റെ കോടതി. നിസ്കാരം, നോമ്പ്, സക്കാത്ത് ഇതൊക്കെ നടത്തിയിട്ടുണ്ടോ എന്നതിന്റെ കോടതി. ഇത് വലിയൊരു കോടതിയാണ്. ആ കോടതിയുടെ ഉപകോടതിയാണ് മുആമലാത്തിന്റെ കോടതി, സാമ്പത്തിക രംഗത്തിലെ സൂക്ഷ്മതയുടെ കോടതി. അത് സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ അവിടെയും നഷ്ടമാണ്. ഇങ്ങനെ ഒരുപാട് കോടതികൾ നമ്മൾ ഫേസ് ചെയ്യാനുണ്ട്, ഒരുപാട് ഏരിയയിലൂടെ കടന്നു പോകാനുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം പരസ്പര സ്നേഹത്തിലാവുക എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് നമ്മുടെ വീടിൽ ദീനിന്റെ അന്തരീക്ഷം തിരിച്ചു പിടിക്കുക എന്നതാണ്. നഷ്ടപ്പെട്ടിട്ടില്ല, പക്ഷെ അറിയാതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അറിയാതെ ഇപ്പൊ ഒരാഴ്ച മുമ്പ് ഒരു കുട്ടിയെയും കൊണ്ട് കൗൺസിലിങ്ങിന് വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ കൗൺസിലിംഗ് ഇല്ല. സ്ഥലം പറയുന്നില്ല കേട്ടോ, സ്ഥലവും നാടൊന്നും പറയാൻ പാടില്ല. അപ്പൊ ആ കുട്ടി ഒരു പയ്യനെ കല്യാണം കഴിക്കുള്ളൂ, വാശി പിടിക്കാണ്. ഉമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ ആ പയ്യനെ പോയി കണ്ട്, ഒരിക്കലും ഞങ്ങൾക്ക് യോജിക്കാത്ത പയ്യനാണ്.
അപ്പം കറുത്തവരെ ആക്ഷേപിക്കല്ല, ഉമ്മ പറഞ്ഞ വാക്ക് പറയാണ്. കറുത്ത് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല. കറുത്താൽ ഞങ്ങൾക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല, കറുത്ത് വേറൊരു കോലാണ് സാറേ എന്ന് പറയും. ആ ഉമ്മ പറഞ്ഞ വാക്ക് പറയുകയാണ്, അല്ലാതെ കറുത്തവരെ പ്രശ്നമല്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞ പിന്നീട് അത് വന്ന് സംസാരിച്ചപ്പോൾ ഈ കുട്ടി എപ്പോഴും ഇങ്ങനെ കാറ് സെർച്ച് ചെയ്യുന്ന ഒരാളാണ്. ബുഗാട്ടി, ഫെരാറി, ലംബോഗിനി ഇതൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യല ഈ പെൺകുട്ടിക്ക് പണി. അപ്പം ഈ പയ്യൻ്റെ പണി എന്താ? ഒരു കാർ ഷോപ്പിൽ അവനൊരു പാർട്ട്ണറാണ്. അപ്പം അവൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ പോസ്റ്റ് വണ്ടി ഉണ്ടാവും. ആ വണ്ടിയായിട്ട് പോണതോനെ ഇൻസ്റ്റയിലിടും, പിന്നെ ഫേസ്ബുക്കിലോട്ട് ഇതൊക്കെ ഇടും. അങ്ങനെയുള്ള കണക്ഷനാണ്. ചുരുക്കി പറഞ്ഞാൽ ഇവൾക്ക് മാറി മാറി കാറിൽ ഇങ്ങനെ പോകണം. അതിനാണ് ഇപ്പം ഇവനെ കെട്ടാൻ നിൽക്കുന്നത്. കാലം എവിടെ എത്തിങ്ങളൊന്ന് ആലോചിച്ചൊക്കെയാണ്. പണ്ടൊക്കെ ഭർത്താക്കന്മാരെ തന്നെ സെലക്ട് ചെയ്തിന്. ഇപ്പോൾ ഭർത്താവ് ഉപയോഗിക്കുന്ന കാർ, അവൻ്റെ കാറിൻ്റെ കച്ചവടം പൊളിഞ്ഞു പോയാൽ കഴിഞ്ഞില്ല കഥ. അപ്പോൾ ഈ പെണ്ണിന് അട്രാക്ഷൻ അവനോടല്ല, അവൻ്റെ കാറിനോടാണ്. കാരണം ഇവൻ ഒരു ദിവസം ഈ വണ്ടി കച്ചവടമാകുമ്പോൾ പല ആൾക്കാരിതുണ്ടാവും. അതൊക്കെ അവർ വാങ്ങണമെന്നല്ല, വണ്ടി കച്ചവടക്കാരെ മോശമാക്കല്ല കേട്ടോ. പാർക്ക് ആൻഡ് സെയിൽ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്താ പാർക്ക് ആൻഡ് സെയിൽ? നല്ലൊരു കച്ചവട സ്ഥലത്ത് പല ആൾക്കാരും കൊണ്ടുവരും, പാർക്ക് ചെയ്യും, എന്നിട്ട് സെയിൽ ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ ആ ഒരു 10 ദിവസമൊക്കെ ചിലപ്പോൾ ഓരോ കുട്ടികൾ കൊണ്ടുവരുന്നൊക്കെ വരും. അവിടെ ഡ്രൈവിങ്, ഇവിടെ ടെസ്റ്റ്, ചിലപ്പോൾ അവരുടെ തന്നെ ആയിരിക്കാം. അങ്ങനെ വസ്തുക്കളെ വെച്ചിട്ടല്ല ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവനക്ക് എന്തൊക്കെയാണുള്ളത്, അവൻ്റെ ഉപ്പാക്ക് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ ചോദിക്കല്. അല്ലാതെ കുട്ടിയുടെ പ്രമാണിത്തമോ അവൻ്റെ എഡ്യൂക്കേഷനോ അവൻ്റെ മാന്യതയോ അവൻ്റെ കൂട്ടുകാരോ ഇതൊന്നും അന്വേഷിക്കാതെ സ്വത്തും. പഴയ കാലത്ത് വൈക്കാക്കൂനെ കണ്ടിട്ട് എന്നാ പറയാ, നാടൻ പ്രയോഗം പ്രയോഗിച്ചോടെ, വൈക്കോൽക്കൂനെ കണ്ടിട്ട് കെട്ടിക്കുന്നതാണ്. എത്ര വലിയ വൈക്കോൽക്കൂനെ നോക്കും, എന്നിട്ട് അങ്ങോട്ട് കെട്ടിച്ചയക്കും പഴയ ആൾക്കാർ. ഞാനതിന് തെറ്റു പറയല്ല. അന്ന് വൈക്കോൽക്കൂനെ നോക്കി, പിന്നീട് ബിൽഡിംഗ് നോക്കി. ഇന്നത്തെ കുട്ടികൾ കാറിൻ്റെ ഫാഷൻ നോക്കുകയാണ്. കാറ് കണ്ടിട്ടല്ല എൻ്റെ മക്കളെ നമ്മളൊരു കുട്ടിയെ പ്രണയിക്കേണ്ടത്. ഞാൻ ആ പയ്യനെ മോശമാക്കല്ല കേട്ടോ, ഞാനതിൽ ഇടപെടല്ല. പക്ഷെ ഒരു കാര്യം, ആ പയ്യനെ പറ്റി പിന്നീട് അന്വേഷിച്ചപ്പോൾ അവിടെയാണ് പ്രശ്നം. അന്വേഷിച്ച സമയത്ത് മിക്കവാറും ആൺകുട്ടികൾക്ക്, എല്ലാ ആൺകുട്ടികൾക്കും അല്ലേ, നല്ല ആൺകുട്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇങ്ങനെ ഈ നടക്കുന്ന ആൾക്കാരെ അങ്ങനെ പ്രയോഗിക്കാൻ എനിക്കൊരു മടിയുണ്ട്. എന്തുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങനെ മാറി മാറി സഞ്ചരിക്കുന്ന ആളെ കോഴിന്ന് വിളിക്കണമെന്ന് അറിയോ നിങ്ങൾക്ക്? അത് വിളിക്കുന്നത് ആ കോഴി ആയതുകൊണ്ടല്ല, ആ കോഴിയുടെ പ്രകൃതം ഉണ്ടായതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഒരു പെണ്ണിൽ നിന്ന് ഒരു പെണ്ണിലേക്ക്, ഒരു പെണ്ണിൽ നിന്ന് ഒരു പെണ്ണിലേക്ക് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നവനെയാണ് സത്യത്തിൽ സൈക്കോളജിക്കലി അങ്ങനെ ഒരു പേര് വിളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ദിവസം ഇങ്ങനെ പിന്നെ വേറൊരു പെണ്ണ് ഇങ്ങനെ നടക്കുന്നവൻ്റെ പിന്നാലെ ഒരിക്കലും നമ്മൾ പോകരുത്. പ്രണയത്തിനൊക്കെ ഒരു ഭാവങ്ങളുണ്ട്, പ്രണയത്തിന് അതിൻ്റെ ശീൽക്കാരമുണ്ട്, പ്രണയത്തിന് അതിൻ്റെ ഭാവുകത്വമുണ്ട്, പ്രണയത്തിൻ്റെ അതിൻ്റെ ഔന്നത്യമുണ്ട്. അങ്ങനെ വേണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ, ഉദാഹരണത്തിന്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്യാമ്പസിൽ പഠിക്കാൻ, വിദൂരതയിൽ നമുക്കൊരു PhD-കാരനെ അല്ലെങ്കിൽ നല്ലൊരു PG-കാരനെ ഒരു ഇഷ്ടം തോന്നിയെന്ന് വെക്കുക. അപ്പൊ ജ്യൂസ് കുടിക്കാൻ പോവലോ, കടപ്പുറത്തേക്ക് പോവലോ, അങ്ങനെ അവനേറ്റ് പോവലോ, അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ കയറി പോവലോ ചെയ്യാതെ അത് ഉപ്പയോട് വന്ന് പറ. നിങ്ങൾ ഉപ്പയോട് വന്ന് പറ. ഞാൻ പറയാം, കുടുംബത്തിൽ ഇതൊക്കെ പരിഹരിക്കാനുള്ള ബോഡി വരെ വേണമെന്നാണ്. എന്ന് വെച്ചാൽ ഉപ്പനോട് വന്നിട്ട് പറയാം, ഉപ്പ എനിക്ക് ഇന്ന കുട്ടീനെ ചെറിയ ഇഷ്ടം തോന്നുന്നുണ്ട്, നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമെന്ന്. അധികമാകുന്നതിന് മുമ്പ് ഉപ്പ അതിലൊന്ന് ഇടപെടണം. എന്നിട്ട് അവൻ നമുക്ക് പറ്റിയ ആളാണോ എന്ന് നോക്കണം. എന്നിട്ട് വേണമെങ്കിൽ കല്യാണത്തിലേക്ക് കൊണ്ടുപോകാം. അല്ലാതെ എല്ലാ കറക്കം കഴിഞ്ഞ് എവിടേക്കോ പോയി താമസിച്ചിട്ട് വന്നിട്ടല്ല സത്യത്തിൽ ഈ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ അതിൻ്റെ അഡ്രസ്സൊന്നും പറയാതെ പറഞ്ഞോട്ടെ. എത്രയോ തവണ ഇവർ ഈ കാറിൽ കയറിയിട്ട് കോഴിക്കോട് കറപ്പുറത്ത് പോയിട്ടുണ്ട്, വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തു പറ്റി നമ്മുടെ പെൺകുട്ടികൾക്ക്, എന്തു പറ്റി നമ്മുടെ ആൺകുട്ടികൾക്ക്? ഇതെല്ലാം ഒരു പവിത്രമായി കൊണ്ടു നടക്കുന്നതിന് പകരം നമ്മൾ ഈ ദീനിന്റെ ചിട്ടവട്ടങ്ങളെ, അത് ചിലപ്പോൾ പറയുമ്പോൾ നാളെ യൂട്യൂബിൽ പ്രസംഗങ്ങൾ വരുമ്പോൾ അടിയിൽ വന്നിട്ട് കമന്റ് ചെയ്യും, അതെന്താ ജനറലായിട്ട് നടന്നാല്, അതെന്താ ഇങ്ങനെ നടന്നാല്, അങ്ങനെ നടന്നാല് എന്ന്. ടാർഗറ്റഡ് ആണ്. മനസ്സിലാക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്ത്, ഈ ഉമ്മത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ. അഥവാ ഏതെങ്കിലും ഒരു തലത്തിൽ ദീനിയായി സംസാരിച്ചാൽ അതിനെ ടാർഗറ്റ് ചെയ്യുന്നു. എന്നിട്ട് മദ്രസ പൊട്ടന്മാരെന്ന്, കോയമാരെന്ന് വിളിച്ചിട്ട് കളിയാക്കുകയാണ്. നമ്മൾ പഠിച്ചത് ഇതേ മദ്രസയിൽ നിന്നാണ്. ഏത് മദ്രസയാകട്ടെ, ഒരു കുടുംബ സംഗമമാകുമ്പോൾ അവിടെ വ്യത്യസ്ത സംഘടനക്കാരുണ്ടാവും, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ടാവും. അവരാരും ശിഥിലീകരിക്കരുത്. സംഘടനയുടെ പേര് പറഞ്ഞിട്ട് കുടുംബത്തിലേക്ക് നമ്മൾ വരരുത്. രാഷ്ട്രീയത്തിന്റെ അപ്രമാദിത്വം പറഞ്ഞ് നമ്മൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. ഇതിൽ ചിലപ്പോൾ പല രാഷ്ട്രീയക്കാരുണ്ടാവും, ഇതിൽ ചിലപ്പോൾ പല സംഘടനക്കാരുണ്ടാവും. അവർക്ക് ബോധ്യപ്പെട്ടതിലൂടെ അവർ സഞ്ചരിച്ചോട്ടെ. നമ്മൾ അവരെ പഠിച്ച് ഇങ്ങോട്ടോ അവരെ പഠിച്ച് അങ്ങോട്ടോ ആക്കണ്ട. ഓരോരുത്തരും അവരുടെ ബോധ്യമനുസരിച്ച് പോവാൻ. ഉദാഹരണത്തിന് മുസ്ലിം ലീഗിനെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് മുസ്ലിം ലീഗിൽ കുറെ ആൾക്കാർ നിൽക്കുന്നത്. കോൺഗ്രസിനെ ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കോൺഗ്രസിൽ കുറെ ആൾക്കാർ നിൽക്കുന്നത്. മാർക്സിസത്തെ അവർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് അതിൽ കുറെ ആൾക്കാർ നിൽക്കുന്നത്. അതൊന്നുമല്ല നമ്മുടെ പ്രശ്നം. കുടുംബത്തിലേക്ക് ഇതിനെ വലിച്ചിഴച്ചു കൊണ്ടുവരരുത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മദ്രസയിൽ നിന്നാണ് ഉമ്മയെ സ്നേഹിക്കാൻ പഠിച്ചത്. ആണോ അല്ലേ? നിങ്ങൾ പറ. നിങ്ങൾ പഠിച്ച കെമിസ്ട്രിയിൽ, നിങ്ങൾ പഠിച്ച ഫിസിക്സിൽ, നിങ്ങൾ പഠിച്ച മാത്തമാറ്റിക്സ്, ഞാൻ സ്കൂളിനെ മോശാക്കല്ല.
മോശക്കല്ല. പക്ഷേ മാതാവ് എന്ന് പറഞ്ഞ ചെറുപ്പത്തിൽ നമ്മൾ മദ്രസയിൽ പഠിക്കുമ്പോൾ ലോകമറിയപ്പെടുന്ന ഒരു മഹാമനുഷ്യൻ, അദ്ദേഹം കുട്ടിയായിരുന്ന കാലത്ത് ഉമ്മ പറയാണ്, മോനെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോവാ എന്ന്. പഠിച്ചിട്ടില്ലേ നിങ്ങൾ മദ്രസയിൽ? നിങ്ങൾ കൊണ്ടുപോവാ ഒരു പാത്രത്തിൽ വെള്ളം എന്ന് പറഞ്ഞപ്പോ ആ മോന് വെള്ളം എടുത്തിട്ട്, അന്ന് നമ്മളെ മാതിരി ഇങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന മോട്ടറിട്ടാ കിട്ടുന്ന വെള്ളമല്ല, കാലം കുറെ മുമ്പാണ്. അങ്ങനെ അവിടെ പോയി കോരി വന്നപ്പോഴേക്കും തളർച്ച കൊണ്ട് ഉമ്മ ഉറങ്ങിപ്പോയി. ഉറങ്ങി കുറച്ച് സമയം കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. ഏകദേശം 2-3 മണിക്കൂർ കഴിഞ്ഞ് ഉണരുമ്പോ ഇതേ മകനുണ്ട് ഇങ്ങനെ പാത്രത്തിൽ വെള്ളവും കൊണ്ട് കാത്തു നിൽക്കുന്നു. ആ സമയത്ത് ഉമ്മ ചോദിക്കാണ്, നീ ഇത്രയും നേരം വെള്ളം കൊണ്ട് നിൽക്കുകയായിരുന്നോ? അതെ, ഉമ്മ വിളിച്ചതല്ലേ. ഉമ്മ എപ്പോഴാ ഉണരാന്ന് കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ, ഉണരുമ്പോ വെള്ളം തരാൻ. ഈ പാഠം നമ്മൾ പഠിച്ചത് മദ്രസയിൽ നിന്നാണ്. ഉമ്മ വെള്ളം ചോദിച്ച സമയത്ത് ഉടനെ എത്തിക്കണമെന്ന പാഠം നമ്മൾ പഠിച്ചത് 3-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ വെച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള മൂല്യങ്ങളെ കാട്ടിൽ പറത്തിക്കൊണ്ട് സഞ്ചരിക്കരുത്. ഇത് ദീനാണ്. ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. മനുഷ്യനായാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യനായാൽ പലർക്കും പല ചിന്തകളുണ്ടാകൂലേ. ഒരാളുടെ നന്മയാകില്ല ഒരാൾക്ക്, ഒരാളുടെ നന്മയാകില്ല ഒരാൾക്ക്. ഒരാൾക്ക് ചിലപ്പം മദ്യപിച്ചാൽ എന്താ കുഴപ്പമെന്ന് തോന്നും, വേറൊരാൾക്ക് ചിലപ്പോൾ മദ്യപാനം വേണ്ടാന്ന് തോന്നും, ഒരാൾക്ക് ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാകാന്ന് തോന്നും. അതിന് കൃത്യമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു പറഞ്ഞു തരണം, നീ അതിലേക്ക് പോകരുത് എന്ന്. അതാണ് മതം. മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ മൂല്യങ്ങളെ പഠിപ്പിക്കലാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ നമ്മളെവിടെ പഠിച്ചത്? എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കണമെന്ന്. എൻ്റെ വല്യപ്പ ഇവിടെ കോയമുനക്കറിയാം. ഞങ്ങളെല്ലാ നാട്ടിലെ അന്നത്തെ ആളുകൾ ഞാൻ എൻ്റെ വല്യപ്പയെ പറഞ്ഞുകൊണ്ട് നിൽക്കൊന്നും തോന്നരുത്. എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ആശങ്കയായിരുന്നു. അന്നത്തെ ചെറിയ കുട്ടികളൊക്കെ ഹൈന്ദവരെ വിളിച്ചിരുന്നത് പേരാ, കൃഷ്ണൻകുട്ടിയെ, കുമാര എന്നൊക്കെ ഇങ്ങനെ വിളിക്കും. ചെറിയ കുട്ടികൾ വലിയ ആൾക്കാർ. ആ സമയത്ത് ഉപ്പാപ്പ പറഞ്ഞു തരും, അങ്ങനെ വിളിക്കരുത് കേട്ടോ, നമ്മളെ മൂത്ത ആൾക്കാരെ ഏട്ടൻ കുട്ടിയിട്ട് വിളിക്കണം. കുമാരേട്ടാന്ന് വിളിക്കണം, കൃഷ്ണൻകുട്ടിയേട്ടാന്ന് വിളിക്കണം, ബാലേട്ടാന്ന് വിളിക്കണം എന്ന് സ്കൂളിന്റെ പടി കാണാത്ത, കുഞ്ഞാലിക്കുട്ടി എന്നുള്ള പേര് കൃത്യമായിട്ട് എഴുതാനറിയാത്ത, ചിലപ്പോൾ വായിച്ചിങ്ങനെ പത്രങ്ങളൊക്കെ ചെറുപ്പൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെറുക്കി വായിക്കുന്ന, ഖുർആനൊക്കെ മനോഹരമായി ഓതിരുന്ന ഒരു പാവം മനുഷ്യൻ 100ാമത്തെ വയസ്സിലോ മറ്റാണ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത്. ഓരോ പാഠങ്ങളും പഠിപ്പിച്ചത് അങ്ങനെയാണ്. നമ്മുടെ സംസ്കാരം അതാണ്. നമ്മൾ ഈ സംസ്കാരം പഠിക്കുന്നത് മതത്തിന്റെ മൂല്യത്തിൽ നിന്നുകൊണ്ടാണ്. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കണമെന്ന് നമ്മൾ പഠിച്ചത് അങ്ങനെയാണ്. വേറെ ആരും നമ്മളെ പഠിപ്പിച്ചു തന്നതല്ല. നമുക്കറിയാം വർഗീയത പാടില്ല എന്ന്. നമ്മൾ പഠിച്ചത് എവിടുന്നാ? നിങ്ങൾ പറ. ഹലക്കൽ മുത്തനത്തിഊൻ, വർഗീയവാദികൾ നശിച്ചു പോകട്ടെ എന്ന വാക്ക് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലാസ 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞു. നമ്മൾ പണ്ട് മദ്രസയിൽ പഠിച്ചതാണ്. ഹലക്കൽ മുത്തനത്തിഊൻ. ആരാണ് മുത്തനത്തി എന്ന ചോദ്യം, ആരാണ് വർഗീയവാദി എന്ന ചോദ്യം കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നപ്പോ ആളോട് മറുപടി പറഞ്ഞത് എന്താണെന്നറിയോ? തൻ്റെ സമൂഹം ഒരു അന്യായത്തിൽ നിൽക്കുകയും തൻ്റെ സമൂഹമായതിൻ്റെ പേരിൽ അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്നവനാണ് വർഗീയവാദി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എത്ര മനോഹരമായ ഇന്റർപ്രിട്ടേഷനാണ്. തൻ്റെ സമൂഹം അന്യായം ചെയ്യുകയും അത് തൻ്റെ സമൂഹമാണ് എന്നതുകൊണ്ട് ആ അന്യായത്തിന് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നവനെയാണ്. ഉദാഹരണത്തിന് വർഗീയത വ്യാപിച്ച് ആളുകളെ കൊന്നൊടുക്കി, അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ രാഷ്ട്രീയക്കാരൊക്കെ. അത് ഞങ്ങളുടെ പാർട്ടിക്കാരനാണ് എന്നതിൻ്റെ പേരിൽ നമ്മൾ സിന്ദാബാദ് വിളിച്ച് നടക്കുകയാണെങ്കിൽ അവൻ വർഗീയവാദിയാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചു. നേരെ മറിച്ചിട്ട് ഒരു ഹൈന്ദവനും മുസ്ലിമും തമ്മിൽ പ്രശ്നം നടക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ പഠിക്കണം. ഇതൊരു ദീനി സദസ്സ കൂടിയാണല്ലോ ഒരു കുടുംബ സംഘം എന്ന് പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞോട്ടെ, ഒരു ഹൈന്ദവനും അന്നത്തെ യഹൂദനും മുസ്ലിമും തമ്മിൽ പ്രശ്നമുണ്ടായി. നീതി യഹൂദന്റെ കൂടെയായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു വിധിച്ചത് ആരെയാണ്? ആർക്ക് അനുകൂലമായിട്ടാണ്? യഹൂദന് അനുകൂലമായിട്ടാണ്. ഞാൻ പറഞ്ഞു വരുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, വളരെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതുകൊണ്ട് പരസ്പരം നമ്മൾ സ്നേഹം, ദീന്, ഇതൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ടാകേണ്ടതാണ്. ദീന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇളകിപ്പോവാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ഞാനതിനെ വിമർശിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ ഇഷ്ടം പോലെ ക്യാമ്പസുകളിൽ പോകുന്ന ഒരാളാണ്. ഫറൂഖ് കോളേജിലും PSMO കോളേജിലും കേരളത്തിലുടനീളം പുറത്തും പല ക്യാമ്പസിലും പോകുന്ന ഒരാളാണ്. ക്യാമ്പസിൽ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താണെന്നറിയോ? പെൺകുട്ടികൾ ഇപ്പം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്, ആൺകുട്ടികളെക്കാൾ കൂടുതൽ. കാരണം ഇന്ന് അങ്ങനെയായി. നല്ല ദീനുള്ള കുട്ടികൾ കല്യാണത്തിൻ്റെ അന്ന് മേക്കപ്പ് മാൻ വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാൻ. ആ പാവം കുട്ടിക്ക് തോന്നുന്നില്ല അന്നത്തെ ളുഹ്റൊന്ന് നിസ്കരിക്കാൻ തൻ്റെ ജീവിതത്തിലെ നിർണായകമായ ദിവസമാണ് എന്ന് ആ കുട്ടിക്കറിയാം. അന്നത്തെ അസ്ർ നിസ്കരിക്കാൻ ആ കുട്ടിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങൾ വിചാരിക്കും അത് അന്ന് കല്യാണമല്ലേ, അതൊക്കെ നോക്കണമെന്ന്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ജന്മദിനം, മറ്റൊന്ന് അവൻ്റെ വിവാഹദിനം, പിന്നൊന്ന് അവൻ്റെ മരണദിനം. ഈ 3 ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്നും അവൻ്റെ പുറപ്പാടുകളാണ്.
ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ഞാൻ സിനിമയിലേക്ക് കൊണ്ടുവരല്ല. ഡയറക്ടർ സിദ്ദീഖിനോട് ഒരിക്കൽ സംസാരിച്ച സമയത്ത് അദ്ദേഹം മരിച്ചുപോയി. ഞാൻ എൻ്റെ കൂട്ടുകാരുണ്ട്, ആ സമയത്ത് ഞങ്ങളോട് പറയണം, ഞാൻ മൂപ്പരെ പ്രൊമോട്ട് ചെയ്യല്ല കേട്ടോ, ഈ പറഞ്ഞ ആളെ പ്രൊമോട്ട് ചെയ്യല്ല, ഈ മമ്മൂക്കയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് പറഞ്ഞൊരു വാക്കുകളോട് പറയാം. എത്ര തിരക്ക് സിനിമ, അതൊക്കെ വേറെ പ്രശ്നം, അത് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഈ ലക്ഷക്കണക്കിന് രൂപയുടെ മേക്കപ്പ് മൂപ്പര് മുഖത്തിടുക. പക്ഷേ നിസ്കാരത്തിൻ്റെ സമയം എന്നതൊക്കെ കഴുകിയിട്ട് ഡയറക്ടർ ഈ ഷോട്ടും കൂടി എടുത്തിട്ട് സാറേ എന്ന് പറയുമ്പോൾ ആ ഷോട്ടിന് നിൽക്കാതെ പോയിട്ട് കാരവലിൽ പോയിട്ട് നിസ്കരിച്ചു വരുന്നതൊക്കെ കഴുകിയിട്ട്. സിനിമ നടനാണ്, അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, ഞാനതിനെ ന്യായീകരിക്കല്ല. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, നമ്മളൊരു പുതിയണ്ണായിട്ട് ഏകദേശം ചിലപ്പോൾ 10,000 റുപ്യൻ്റെ മേക്കപ്പ് ഇട്ടുകൊണ്ടായിരിക്കും നിൽക്കുന്നത്. മൂപ്പര് അതിനേക്കാളൊക്കെ 20-30 ഇരട്ടിയുടെ മേക്കപ്പ് ഇട്ടിട്ടായി നിൽക്കുന്നത്. പക്ഷേ അതുപോലും ഒഴിവാക്കിയിട്ട് പോയിട്ട് നിസ്കരിക്കുമെന്ന് ഞാൻ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ പറയില്ല. ഞാൻ അതിൻ്റെ ഗൗരവം പറയാണ്. കല്യാണത്തിൻ്റെ ദിവസം പോലും ഇതൊന്നും ഇല്ലാതെയാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നത്. അപ്പം അതിനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അതിനൊക്കെ അതിൻ്റെതായ വിധികളുണ്ട്. ഞാനതിന് നിയമവശത്തിലേക്ക് പോവല്ല, ശരീഅത്തിൻ്റെ ഇതിലേക്കൊന്നും പോവല്ല. പൊതു കാത്തു സൂക്ഷിച്ചുകൊണ്ട് അത് ഇടണമെങ്കിൽ അങ്ങനെ ഞാൻ പറയുള്ളൂ. കല്യാണം തന്നെ റെസ്പെക്റ്റഡ് ആയിട്ട് നടക്കേണ്ടതാണ്. ക്യാമറക്കാർ ക്ഷമിക്കണം കേട്ടോ, ഏതെങ്കിലും ക്യാമറക്കാരുണ്ടെങ്കിൽ വിവാദത്തിലേക്ക് എന്നെ കൊണ്ടുവരരുത്. ക്യാമറക്കാർ പറയുമ്പോഴാണ് ആദ്യത്തെ മുത്തം കൊടുക്കൽ. ഇതെവിടുത്തെ പരിപാടിയാണ്? ആദ്യം തലയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് എപ്പം ഉത്തരം കൊടുക്കണമൊക്കെ നമ്മളാ തീരുമാനിക്കുക, ക്യാമറക്കാർ ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഫാന്റാസ്റ്റിക് ആയിട്ടൊരു പരിപാടി പങ്കെടുത്തു ദുബായിൽ. 10-200 ആൾക്കാരേ ഉള്ളൂ. ഞാൻ പങ്കെടുത്തതിൻ്റെ വമ്പ് പറയല്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് അവിടെ ക്യാമറ വേണുവിൻ്റെതായിരുന്നു. വേണു എന്ന് പറഞ്ഞാൽ സിനിമാ ലോകത്തെ ഏറ്റവും ടോപ്പ് ക്യാമറമാനാണ്, മൂപ്പരുടെ ടീമാണ്. മമ്മൂട്ടീൻ്റെ ആ പ്രോഗ്രാമിൽ ജോൺ ബ്രിട്ടാസിൻ്റെ മുഖ്യമന്ത്രി ഒക്കെ ഉണ്ട്. നല്ല രസകരമായ ഹയാത്ത് റീജൻസിൽ വെച്ചിട്ടൊരു പരിപാടി. പക്ഷേ ഈ ക്യാമറമാന് ഒരിക്കലും മമ്മൂട്ടിനെയോ മുഖ്യമന്ത്രി അങ്ങനെ ചിരിക്കുന്നൊന്നും പറഞ്ഞില്ല. ആ നിൽക്കണ മാതിരിയൊക്കെ എടുത്ത് അങ്ങനെ പോവുകയാണ്. ദാറ്റ് ഈസ് പ്രൊഫഷണൽ ക്യാമറ. ഒരു പ്രോഗ്രാമിന് എങ്ങനെ ഒപ്പിയെടുക്കലാണ് പ്രൊഫഷണൽ ക്യാമറ. അല്ലാതെ നിർത്തിയിട്ട് ഇനി ചിരിക്കട്ട ആ ചിരി തന്നെ ഒരു കൃത്രിമം നമുക്ക് അറിഞ്ഞൂടെ. അതിനെ മോശമാക്കല്ല. ശരിക്കും പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ ആ പ്രോഗ്രാമിന് അതിൽ ചിലപ്പം മമ്മൂട്ടി മുഖ്യമന്ത്രിയുടെ സ്വകാര്യം പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ കൈയ്യൊടുക്കുന്നുണ്ടാവും, ചിലപ്പോൾ അന്തം മുട്ടി ചിരിക്കണതുണ്ടാവും. ഇതെല്ലാം കൂടിയിട്ടാണ് പ്രൊഫഷണൽ ക്യാമറ. അപ്പോഴാണ് ആ പരിപാടി ഒപ്പിയെടുക്കാൻ പറ്റുക. മറ്റത് ഏത് ഫോട്ടോ നോക്കിയാലും കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കണ ഫോട്ടോ അല്ലാതെ ഇല്ല. ഇതെന്ത് ഫോട്ടോഷോപ്പാണ് അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ പ്രൊഫഷണൽ ക്യാമറ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായിട്ട് അന്നത്തെ ഇടങ്ങളെ, അന്നത്തെ നിൽപ്പിനെ, അന്നത്തെ ഇതിനെ ഒക്കെ അതാക്കലാണ്. അല്ലാതെ പെൺകുട്ടി അതിന് മോശമാക്കല്ല കേട്ടോ. ഞാൻ ഹൈന്ദവരുടെ കല്യാണത്തിൽ ഇഷ്ടം പോലെ പങ്കെടുക്കുന്ന ഒരാളാണ്. എൻ്റെ നാട്ടിലൊക്കെ ഒരുപാട് ആൾ, നമ്മൾ ദൂരമൊന്നും അല്ലല്ലോ. ആഴ്വാഞ്ചേരി മന, പാക്കത്ത് മന, പാടിയോട്ട് മന, ഇതൊക്കെ നമ്മുടെ അടുത്ത് തന്നെയല്ലേ. അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ നെൽക്കതിറും പിടിച്ചിട്ട് ഇങ്ങനെ ഒരു നൃത്തമാണ്. 11:30 വീട്ടിലേക്ക് കയറാൻ പറ്റുള്ളൂ. ആ നൃത്തം നിങ്ങൾ 11:29 കയറണം എന്ന് പറഞ്ഞാൽ ഒരു കയറൂല. ഞാനതിന് അഭിമാനം കൊള്ളുന്നു ഹൈന്ദവരുടെ ആ ഒരു പരിപാടിയിൽ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അതിന് വിട്ടൊഴിവാക്കൂല അവർ. ആ മാലടൽ, അവരുടെ രീതികൾ, കതിർ മണ്ഡപം. നമ്മൾ JCBയിൽ പുതിയാപ്പളവുമല്ലേ. നമുക്കാണ് ആ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോലെ. ഇപ്പോഴൊക്കെ കുറേ പള്ളിയിൽ വെച്ചിട്ട് നിക്കാഹ് എടുക്കൽ തുടങ്ങി. കാരണം വിവാഹമെന്ന് പറഞ്ഞാൽ, ഞാൻ കാസർഗോഡ് ഒരു പരിപാടിക്ക് പോയപ്പോൾ, കല്യാണത്തിന് പോയതാണ്, എല്ലാവരും ഉണ്ട്, പല ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ചെങ്ങായി അവിടുത്തെ ഓണറുണ്ടല്ലോ, അയാൾ കരഞ്ഞിരിക്കുകയാണ്. എന്നോട് ആൾക്കാർ പറഞ്ഞു, സാർ നിങ്ങളൊന്ന് പോയിട്ട് സംസാരിക്കുമെന്ന് ചോദിച്ചു. വലിയ പൈസക്കാരനാണ്, 20,000 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ഒരു വീട്. അങ്ങനെ ഞാൻ അകത്ത് പോയപ്പോൾ എന്താ വിഷയം, MBBS പഠിക്കുന്ന പെൺകുട്ടി MBBS കഴിഞ്ഞതാണ്. ഞാൻ പെൺകുട്ടിയോടൊപ്പം പറഞ്ഞത് ഇതൊന്നും പ്രശ്നമാണെന്നല്ല, ആ MBBS കഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അവളുടെ കൂട്ടുകാർ കൂടെ പഠിച്ച കുറേ പിള്ളേരുണ്ട് MBBS പഠിച്ചേ. അവർ ഓരോരുത്തർ കയറി വരുന്നത്, എന്നിട്ട് കൈ കൊടുക്കണ്, ഹഗ് ചെയ്യണം. ഒരു മഹലിൻ്റെ പ്രസിഡന്റ് ഇയാളും. മേ ബി ഞാൻ പറയാണ്, സോഷ്യലൈസേഷൻ്റെ പേരിൽ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. പക്ഷേ കല്യാണത്തിന് അത് ഒഴിവാക്കണമെന്ന്. അവിടെ വേദനിക്കുന്നൊരു പിതാവുണ്ട്, അവിടെ സങ്കടപ്പെടുന്നൊരു മാതാവുണ്ട്, അവിടെ വാച്ച് ചെയ്യുന്നൊരു സമൂഹമുണ്ട്. അവിടെ നിന്നെങ്കിലും നമ്മളതൊക്കെ ഒന്ന് ഒഴിവാക്കണ്ടേ? അല്ലെങ്കിൽ ഒഴിവാക്കണമെന്ന് ഞാൻ പറയാം. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അത് കയറി എന്നിട്ട് ഇരുന്നിട്ട് അപ്പുറത്തേക്ക് അറിയാം. എനിക്കൊരു മോളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഒറ്റ മോളേ ഉള്ളൂ പെണ്ണായിട്ട്, ബാക്കി ആൺകുട്ടികളാണ്. അവളുടെ കല്യാണത്തെക്കുറിച്ച് നമ്മൾ കിനാബ് ചെയ്യാറുണ്ട്. വലിയ കൊട്ടാര സമാനമായ കല്യാണമല്ല ഞാൻ പറഞ്ഞത്. ഓരോ പിതാവിനും മക്കളെ 10 വയസ്സും 11 വയസ്സാകുമ്പോഴേക്ക് മനസ്സിൻ്റെ ഉള്ളിൽ കുറേ ചിന്തകളും കുറേ രസകരമായ സ്വപ്നങ്ങളുണ്ട്. മുഴുവനും തല്ലിക്കെടുത്താണ് ആ ഒറ്റ ദിവസത്തിൽ. എന്നിട്ട് ഈ വാപ്പ വന്നിട്ട് പറഞ്ഞത്രേ, മോളെ ഇന്നിങ്ങനെ ഈ ചെയ്യല്ലേ എന്ന്. MBBS പഠിച്ച കുട്ടിയാണ്. വരുന്ന എല്ലാ ആൺകുട്ടികൾക്കും എല്ലാവർക്കും കൈയെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇന്നിങ്ങനെ ചെയ്യല്ലേ. ഇതൊക്കെ ചിലപ്പോൾ യൂട്യൂബിൽ വരുമ്പോൾ ഇത് എന്ത് മതാന്നൊക്കെ ചോദിക്കും. ഇതാണ് നമ്മുടെ മൂല്യം. ആ മൂല്യം നമ്മൾ കണ്ട് പഠിച്ചിട്ടുണ്ട് ഡോക്ടർ മൻമോഹൻ സിംഗിൽ നിന്ന്.
മൻമോഹൻ സിംഗ് ആര് വന്നിട്ട് കൈയെടുത്താലും ഇങ്ങനെ പിടിച്ചിട്ട് ഒരു നിൽക്കലായിരുന്നു. കാരണം സിഖ് മതത്തിൽ അദ്ദേഹത്തിൻ്റെ ആചാരം ഉണ്ടായിരുന്നു. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊപ്പിയെത്തിയ പ്രശ്നം നിങ്ങളറിയോ? നിങ്ങൾ പാർലമെന്റിലേക്ക്, നമ്മൾ സമദാനി സാഹിബിൻ്റെ കൂടെ കണ്ടായിരുന്ന കാലത്ത് നമ്മൾ പാർലമെന്റിലേക്ക് പോകാറുണ്ടായിരുന്നു ചെറുപ്പത്തിൽ. ആ സമയത്ത് തലപ്പാവ് ധരിച്ചിട്ടാണ് ആര് കയറുക? സിഖുകാർ കയറുക. അവരുടെ കയ്യിലൊരു കത്തിയുണ്ട്, കൃപാൺ എന്നാണ് അതിന് പറയാ. നമ്മൾ പറയുമ്പോൾ കൃപാൺ എന്നാ പറയാ. അങ്ങനെ ഒരു കത്തി ഉണ്ടാവും. ആ കത്തിയും വെച്ചോണ്ട് അവര് കയറുക. പക്ഷേ നമ്മളെ പോക്കറ്റിൽ കോയിൻ ഉണ്ടാകാൻ പാടില്ല, നമ്മളെ കയ്യിൽ ബ്ലേഡ് ഉണ്ടാകാൻ പാടില്ല, നമ്മളെ കയ്യിൽ കട്ടർ ഉണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. സിഖുകാർ കൂളായിട്ട് ഈ കത്തിയും വെച്ചിട്ട് കയറും. കാരണം അത് അവർ അതിൽ ഉറച്ചു നിൽക്കുന്ന ടീമാണ്. ഇന്ത്യയിൽ നിങ്ങൾ നോക്കിയാട്ടെ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാട്ടെ, ഇന്ത്യയിൽ ഹെൽമെറ്റ് വെക്കണ്ടാത്തൊരു ടീമുണ്ട്. അതാരാന്നറിയോ നിങ്ങൾ? സിഖുകാരാണ്. ഹെൽമെറ്റ് അവർക്ക് ബാധകല്ല, ആ നിയമത്തിൽ അവർ പെടൂല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ സാധനം എന്ന് പറഞ്ഞാൽ ഭയങ്കര കനായിരിക്കും, അതുകൊണ്ട് വീണൊന്നും പറ്റൂല. അവരുടെ തലപ്പാവ്, അവര് പ്രധാനമന്ത്രിയായാലും അതിന്റെ മേലെ ഇതൊക്കെ വെക്കൂ. അവര് SP ആയി അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്ക് DGP ആയാലും ഈ തലപ്പാവുമല്ല അവരെ സ്റ്റാർ വെക്കൂ. വേറെ ഇവർക്ക് വേണ്ടി തൊപ്പി വെക്കൂല. അവരത്രമാത്രം ഉറച്ചു നിൽക്കുന്നവർ അവരുടെ കാര്യത്തിൽ. ഹൈന്ദവർ അവരുടെ മൂല്യത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ഉറച്ചു നിന്നുകൊണ്ടുള്ളൊരു സൗഹാർദ്ദം ഉണ്ടല്ലോ, അത് എന്ത് രസമാണെന്നറിയോ നിങ്ങൾ? ഞാൻ സിഖുകാരായിട്ടൊക്കെ മീറ്റിംഗ് നടത്താറുണ്ട്. അപ്പോൾ ഈ മീറ്റിങ്ങിൽ നമ്മളിങ്ങനെ ഇപ്പം ഒരാഴ്ച മുമ്പ് നമ്മുടെ പെരിന്തൽമണ്ണ വെച്ചിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ബിസിനസ്സുകാരുടെ വലിയൊരു മീറ്റ്. ആ മീറ്റ് നടത്തിയ ഒരു ഗസ്റ്റ് ഒരു സിഖുകാരനായിരുന്നു, ഒന്ന് ഞാനായിരുന്നു. നമ്മൾ സൗഹാർദ്ദത്തിൽ ഇരുന്ന് സംസാരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഇതാക്കുന്നു, അതൊക്കെ വേറെ. ആ മനുഷ്യ സൗഹാർദ്ദം വേറെ, ഓരോരുത്തരുടെ മനുഷ്യന്റെ മൂല്യങ്ങൾ വേറെ, ദീനിന്റെ മൂല്യങ്ങൾ വേറെ. അപ്പൊ ഹൈന്ദവരായ ആളുകൾ അവരുടെ പ്രാർത്ഥനകൾ നടത്തട്ടെ, മുസ്ലിങ്ങളായ ആളുകൾ അവരുടെ പ്രാർത്ഥന. എന്നിട്ടൊരു കൂടിയിരിക്കലുണ്ട്, രസകരമായൊരു കൂടിയിരിക്കൽ. അത് എന്ത് രസാന്നറിയോ? അല്ലാതെ കൈവിട്ട് പോയിട്ടല്ല. എന്തിനു നിസ്കരിക്കണം, എന്തിനു നോമ്പോൽക്ക. ഇപ്പോഴൊക്കെ കുട്ടികൾ രാത്രി 12 മണി 1 മണി വരെ ഇരിക്കുക, ചിലർ 2 മണി വരെ ഇരിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് സുബഹി എന്ന് പറഞ്ഞത് കണ്ടിട്ട് തന്നെ കുറെ കാലമായി. എന്നിട്ട് പാവ ഉമ്മ പോയിട്ട് ഇങ്ങനെ വിളിക്കാൻ, ഉമ്മ വല്ലാണ്ട് ഇടങ്ങറാവാണ്. എന്നിട്ടും കുട്ടികൾ എഴുന്നേൽക്കുന്നില്ല, നിസ്കരിക്കുന്നില്ല. ഇതൊക്കെ പറയുമ്പോൾ കുടുംബ സംഗമത്തിൽ എന്തിനാ ഇതൊക്കെ നിങ്ങൾ സംസാരിക്കുന്നത് ചോദിക്കും. ഇതാ സംസാരിക്കേണ്ടത് എനിക്കിപ്പോൾ തോന്നാറുള്ളത്. കുട്ടികൾ വിളിച്ചാൽ ഉണരുന്നില്ല. നിങ്ങളറിയോ, ഇപ്പോഴത്തെ സ്റ്റഡീസിൽ പറയുന്നത് കുട്ടികൾക്ക് പെട്ടെന്ന് എന്ത് തെറ്റുന്നത്, ബാലൻസ് തെറ്റുന്നു, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. മൊബൈലിലേക്ക് നോക്കിയിട്ട് മാത്രമല്ല, ഉറക്കമൊഴിച്ചിരുന്നിട്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാൻ. ഇനി നിങ്ങൾ നോക്കിക്കോ, ഇപ്പോൾ ഈ സദസ്സിൽ തന്നെ ചിലപ്പോൾ 1% ആൾക്കാരെ കണ്ണട വെച്ചിട്ടുണ്ടാവുള്ളൂ. നിങ്ങളൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇതേപോലെ കൂടിയിരിക്കുക, 1% ആൾക്കാർക്ക് മാത്രമേ കണ്ണട ഉണ്ടാവില്ല, വേറുള്ളവർക്കൊക്കെ കണ്ണിന്റെ കാഴ്ച പോയിട്ടുണ്ടാവും. അത്രമാത്രം സ്ക്രീൻ ടൈം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പിന്നെ മൊബൈലും വരാൻ പോണത് കണ്ണടയിലാണ്. ഈ സാധനമൊക്കെ പോവും. എന്നിട്ട് കണ്ണടപ്പ് വന്നിട്ടുണ്ട്, നമ്മളവിടെയൊക്കെ അത് വരും. നല്ല സുഖല്ലേ? ഉദാഹരണത്തിന് അബ്ദുറഹ്മാൻ സാഹിബിനെ വിളിക്കണമെങ്കിൽ ഞാൻ അടിയാട്ടിൽ അബ്ദുറഹ്മാൻ സാഹിബ്, അപ്പൊ മൊബൈലിനാണ്ട് പോവാണ്, ഏത് കണ്ണടയിൽ നിന്ന് കോളാണ്ട് പോവാണ്. ഇനി അടിക്കലും നെക്കലൊന്നും ഇല്ല. അപ്പൊ പിന്നെ എല്ലാവരും കണ്ണടിയോ. ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തത്, കുടുംബത്തിന്റെ ഐക്യം അതിനേക്കാൾ മേലെയാണ് ദീനിയായി നമ്മൾ പോവാന്നുള്ളത്. സമയമില്ലാത്തത് കൊണ്ട് ചുരുക്കുക. മൂന്നാമത്തെ കാര്യം, അടുത്ത തലമുറയെ വാർത്തെടുക്കലാണ്. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച് ഉന്നതമാക്കലാണ്. ഇപ്പതാ കുട്ടികളുടെ റിസൾട്ട് വരാൻ നിൽക്കുകയാണ്. CBSE-കാരുടെ പഠിത്തു വരും, ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. കേരളൻ്റെ അതിന് കഴിഞ്ഞാൽ വരും. അത് വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം? നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ബിസിനസ്സുകാരാന്ന് വിചാരിക്കുക, നല്ല ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ അവരുടെ മക്കളെ നേരെ അതിലേക്ക് കൊണ്ടുപോവല്ലേ. മക്കളെ ബിസിനസ് നന്നായിട്ട് പഠിപ്പിക്കുക, എന്നിട്ട് എൻട്രി ചെയ്യിപ്പിക്കുക. അപ്പോൾ കുട്ടികളെ നല്ല BBA MBA പോലെയുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ CMA CCA പോലെയുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്ത് CA പോലെയുള്ള കോഴ്സുകൾ ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ വലിയ നഷ്ടങ്ങളുണ്ടാകും. നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ നിങ്ങളുടെ ബിസിനസ് ചിലപ്പോൾ പാപ്പരായി പോകും. നമ്മുടെ മക്കളെ അതിമനോഹരമായി ഉയർത്തിക്കൊണ്ടു പോകൽ നമ്മുടെ ദൗത്യമാണ്. സമ്പത്തുണ്ടായാലും ഇല്ലെങ്കിലും അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കണം. തന്നെയല്ല, ഈ ലോകത്തിലെ ഉന്നതമായ പഠനം പഠിക്കാൻ പൈസ അല്ല ആവശ്യം, ബുദ്ധിയാണ് ആവശ്യം. ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഉന്നതമായ പഠനങ്ങളിലേക്ക് പോകാം. ഞാനൊരു വിദ്യാഭ്യാസപരമായി പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളോട് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കുട്ടികൾക്ക് റിസൾട്ട് വന്ന ഉടനെ നിങ്ങൾ ഡാറ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്യും, ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പലർക്കും അറിയായിരിക്കാം. വ്യത്യസ്തമായ അഭിരുചികളാണ് നമ്മുടെ കുട്ടികൾക്കുള്ളത്. ആ കുട്ടികളെ കൊണ്ട് അത് എഴുതിപ്പിക്കുക, എന്നിട്ട് ഏത് അഭിരുചി അവൻക്കുണ്ടെന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ അവൾക്കുണ്ടെന്ന് തെളിയിക്കുക. അതിനനുസരിച്ചുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, MIT. അപ്പോൾ വ്യത്യസ്തമായ ഇന്റലിജൻസ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സോഷ്യോ ഇൻ്റലിജൻ്റാണ്. സമൂഹത്തിൽ എന്ത് കാര്യവും ചെയ്യാൻ ഒരു പക്ഷേ എനിക്ക് സാധിക്കാം. അതാണ് സോഷ്യോ ഇൻ്റലിജൻറ്റ്.
എന്നാൽ ടെക്നിക്കൽ ഇൻ്റലിജൻസ് അല്ല ഞാൻ. എനിക്ക് ടെക്നിക്കലി എന്തെങ്കിലും കഴിച്ചെന്നാൽ ഞാൻ ശരിയാക്കാൻ പറ്റൂല. അതിൻ്റെ ഇൻ്റലിജൻസേ എനിക്കില്ല. മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് എനിക്കില്ല. കണക്ക് കൂട്ടാനും കുഴിക്കാനും ഹരിക്കാനും കിഴിക്കാനും അല്ലാതെ എനിക്ക് ഡെസിമൽ സിസ്റ്റത്തിലേക്ക് പോകാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ലസാഗൂസാഗ വീണ്ടും ചെയ്യണം പണ്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ, ടാനിക്കോസ് തീറ്റ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. കാരണം ഞാൻ മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ഉള്ള ആളല്ല. പിന്നെ എന്നെ കൊണ്ടുപോയിട്ട് മാത്സ് പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? അപ്പൊ കുട്ടികളുടെ ഇന്റലിജൻസ് ഏതിലാ വർക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കൂ. ഞാനിത് കുടുംബസംഗമത്തിൽ പറയുന്നത്, ഇവരെ പോലുള്ള സമർത്ഥരായ ആളുകൾ ബഷീർക്കയും കോയമും എല്ലാവരും ഇവിടെ ഇരിക്കുന്നു. നമ്മളെ കുടുംബത്തിൽ ഇത്തരം ടെസ്റ്റുകൾ നടത്തണം. ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളുടെ കുടുംബത്തിൽ, അടിയാട്ടിൽ കുടുംബത്തിൽ എത്ര +2കാരും SSLCക്കാരും ഉണ്ടെന്ന് നോക്കി, അതിൽ 8ഉം 10ഉം ക്ലാസ്സിലും 9ലൊക്കെ പഠിക്കുന്നവർക്കും ആവാം, ഡിഗ്രി കഴിഞ്ഞവർക്കും ആവാം. എന്നിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് പുരോഗതിയിലേക്ക് കൊണ്ടുപോകും. ഞാൻ പറയുന്നു, നിങ്ങൾ ഈ അടിയാട്ടിൽ എന്ന് പറയുന്ന കുടുംബത്തിൽ നിന്ന് നാളെ ഇവിടെ ആദരിക്കുമ്പോൾ, ഇപ്പം നമ്മൾ ഒരുപാട് ആൾക്കാർ ആദരിച്ചു, ആ ആദരിക്കുന്ന കൂട്ടത്തിൽ എത്ര ഡോക്ടേഴ്സ് ഉണ്ട് എന്നതാണ് പ്രധാനം, എത്ര എഞ്ചിനീയേഴ്സ് ഉണ്ട് എന്നത് പ്രധാനം. അതിനേക്കാൾ ഒരു സിവിൽ സർവീസുകാരനെങ്കിലും ഉണ്ട് എന്നതാണ് പ്രധാനം. IAS, IPS, IFS, IRS, IES ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞവൻ, റാങ്ക് അടിസ്ഥാനത്തിൽ എവിടെയെങ്കിലും എത്തിയവൻ അടിയാട്ടിൽ ഫാമിലിയിൽ എത്രയുണ്ട് എന്നതാണ് പ്രധാനം. കായൽമഠം കുടുംബത്തിൽ എത്രയുണ്ട് എന്നതാണ് പ്രധാനം. അതിന് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ എന്താക്കണം? അതിമനോഹരമായി വാർത്തെടുക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ കുട്ടികളെ മനോഹരമായി പഠിക്കാൻ ചെറുപ്പത്തിലേ കുട്ടികൾക്ക് ഓറിയന്റേഷൻ കൊടുക്കണം. ചെറുപ്പത്തിലേ. ഞാൻ വിദേശത്ത് ഒരു യൂണിവേഴ്സിറ്റിയിൽ എൻ്റെ മോനെ പഠിപ്പിക്കണമെന്ന് ഞാൻ സ്വപ്നം കണ്ടത്, 2 ആൺകുട്ടികൾ മൂത്തത്. അവർ സ്വപ്നം കണ്ടത് അവർക്ക് 7ഉം 8ഉം വയസ്സുള്ളപ്പോഴാണ്. 7ഉം 8ഉം വയസ്സുള്ളപ്പോൾ എന്തിനാ നമ്മൾ യൂണിവേഴ്സിറ്റി ചിന്തിക്കണമെന്ന് ആലോചിക്കും. 7ഉം 8ഉം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ 2 പേരും അവിടെ തന്നെ എത്തി. ലണ്ടനിലെ വളരെ സൂപ്പറായിട്ടുള്ള 2 കോളേജുകളാണ്. ഞാൻ സ്വപ്നം കണ്ടത് അവർക്ക് 7 വയസ്സുള്ളപ്പോഴാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ കുട്ടികളെ ഓറിയന്റ് ചെയ്ത് അതിലേക്ക് എത്തണം. ഓറിയന്റേഷൻ നടത്തിയിട്ട് അതിലേക്ക് എത്തിപ്പിക്കണം. ബിസിനസ്സാണ് പഠിപ്പിക്കണമെങ്കിൽ അതെ, അല്ലെങ്കിൽ വേറെ ഉള്ളതാണ് പഠിപ്പിക്കുന്നത് അതെ. ആ ഓറിയന്റേഷൻ അല്ലാതെ ഞാൻ ഇന്നതിന് പോകും അതുകൊണ്ട് എൻ്റെ സുൽഫത്ത് ഇങ്ങനെയാണ് പോകുന്നത്, അവനങ്ങനെ പോകുന്നത്, അതുകൊണ്ട് ആ കോഴ്സിന് ഞാനും പോട്ടെ എന്നതല്ല. ഇപ്പൊ AI പഠിക്കാൻ കുട്ടികൾക്ക് വലിയ താല്പര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഇവിടുത്തെ കുടുംബത്തോട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് BTech പഠിക്കാം, അല്ലെങ്കിൽ IIT പോലെയുള്ള ഏറ്റവും ടോപ്പ് സെന്ററിൽ എത്തിയിട്ട് പഠിക്കാം. 3 പഠിത്താണ്. നിങ്ങൾ എത്ര പേർക്കറിയാം? ഇതാ ചോദിക്കുകയാണ് ഞാൻ, ഉത്തരം നിങ്ങൾ പറഞ്ഞെന്നില്ല. എത്ര പേർക്കറിയാം ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നീറ്റ് കിട്ടിയിട്ട്, നീറ്റിന്റെ റാങ്ക് അനുസരിച്ചിട്ട്, കുടുംബത്തോട് പറഞ്ഞോട്ടെ, അടിയാട്ടിൽ കുടുംബത്തോട്, നീറ്റിന്റെ റാങ്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് MES മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ KMCT മെഡിക്കൽ കോളേജിലോ കിട്ടുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ചുരുങ്ങിയത് 50 ലക്ഷം രൂപക്ക് വേണം നിങ്ങൾക്ക്. 50 ലക്ഷം രൂപ ഓരോ കൊല്ലത്തിലും 9ഉം 10 ലക്ഷം രൂപ വേണം. ഏത് നീറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് കിട്ടിയത് സീറ്റ് അവിടെയാണെങ്കിൽ, ഞാൻ അവരെ കൊച്ചാക്കല്ല, അവരൊക്കെ വലിയ കോളേജുകാരാണ്. പക്ഷേ നിങ്ങൾക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് കിട്ടിയതെങ്കിൽ, അത് റാങ്ക് കുറച്ച് കൂടുതൽ കിട്ടിയാലേ കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് കിട്ടൂ. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ ആകെ നിങ്ങൾക്ക് ചെലവ് എത്രയെന്നറിയോ? 1.5 ലക്ഷം രൂപയാണ്. 35,000 റുപ്യ കൊടുത്താൽ മതി ഒരു കൊല്ലത്തേക്ക്. അതാ പ്രത്യേകത. അപ്പൊ തലയാണോ വേണ്ടത്, പൈസയാണോ വേണ്ടത്? നിങ്ങൾ ആലോചിക്കും. ഇനി അത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് എയിംസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ലോകത്തിൽ തന്നെ ശ്രദ്ധയാർജിക്കപ്പെട്ട സ്ഥലത്തേക്കാണ് എത്തുന്നതെങ്കിൽ എത്ര പൈസ വേണ്ടതെന്നറിയാം നിങ്ങൾക്ക്? ഒരു കൊല്ലത്തിൽ 1500. മൈക്കിലൂടെ ഞാൻ ഈ പറഞ്ഞത്, ക്യാമറയിലൂടെ പറയുന്നു. ഒരു കൊല്ലത്തിൽ 1500 ഉലുവ മതി നിങ്ങൾക്ക് 1 വർഷത്തെ മെഡിക്കൽ കോളേജിലെ പഠിത്തം പഠിക്കാൻ. നിങ്ങൾ എയിംസിലാണെങ്കിൽ ബുദ്ധിയാണ് വേണ്ടത്, പൈസയല്ല. ഈ ലോകത്തിൽ ഉന്നതമായ പഠിത്തത്തിന് വേണ്ടത് പൈസയല്ല. ആവർത്തിച്ചു പറയുന്നു. 1000 കോടി നിങ്ങളുടെ കയ്യിലുണ്ടായാലും നിങ്ങളെ മോനക്ക് സിവിൽ സർവീസ് പാസ്സാകാൻ കഴിയില്ല. അതിന് വായിക്കണം, പഠിക്കണം, മനസ്സിൽ കയറ്റണം, അതിനുവേണ്ടി വ്യത്യസ്ത ഏരിയയിലൂടെ പോകണം. അതുകൊണ്ട് ബുദ്ധി വെച്ച് നമ്മുടെ കുട്ടികളെ വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഈ കുടുംബസംഗമത്തിൽ, അടിയാട്ടിൽ കുടുംബസംഗമത്തിൽ നമ്മൾ പറയുന്നു, നിങ്ങളതിനു വേണ്ടി ടെസ്റ്റുകളൊക്കെ നടത്തി ഭാവിയിൽ ഇവിടെ ആദരവ് നടത്തുമ്പോൾ, ഒരു 5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു കുടുംബസംഗമം കൂടി നടത്തുമ്പോൾ, ഇന്നാൾ ഡോക്ടർ, ഇന്നാൾ എഞ്ചിനീയർ, ഇന്നാൾ സിവിൽ സർവീസുകാരൻ എന്ന് പറഞ്ഞിട്ട് കയറി വരട്ടെ. അതിന് നല്ലൊരു ബാക്കപ്പ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൊടുക്കണം. നിങ്ങൾ രക്ഷിതാക്കൾ അതിമനോഹരമായി നമ്മുടെ കുട്ടികളെ വളർത്തി വലുതാക്കണം, സ്വപ്നങ്ങൾ കൊടുക്കണം. അയ്യോ പഠിച്ചാൽ എവിടെ എത്താനാണെന്ന് ചോദിക്കല്ലേ. കുട്ടികൾ കുറച്ച് മാർക്ക് കുറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും സങ്കടപ്പെടല്ലേ. ചിലപ്പോൾ SSLC റിസൾട്ട് വരും, +2 റിസൾട്ട് വരുമ്പോൾ അവരാരും തടയല്ലേ. അതിനനുസരിച്ചുള്ള കോഴ്സിലേക്ക് പറഞ്ഞേക്ക്. എന്നിട്ട് വിദ്യാഭ്യാസപരമായ പുരോഗതിയിലേക്ക് പോകട്ടെ. 4ാമത്തെ കാര്യം, ഞാൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാണ്, ഇന്നധിക സമയമല്ല. നിങ്ങൾ സാമ്പത്തികപരമായ സൂക്ഷ്മത പുലർത്തണേ എന്നതാണ്. ഞാൻ ആവർത്തിച്ചു പറയുന്നു. ഇനിയും 2ാം എപ്പിസോഡ് എങ്ങാനും നടന്നാൽ നമ്മുടെ വീട്ടിൽ അരി പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവാണ്. ഇതെങ്ങനെ ബാധിക്കുക?
ഞാൻ പറഞ്ഞു വളരെ ശ്രദ്ധിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ ഏകദേശം 2000-3000 ലോറിയിലേറിക്കൊണ്ട് ഡെയിലി വാളയാർ ചെക്ക് പോസ്റ്റ് കടന്നിട്ടും അപ്പുറത്ത് കൂർഗ് വഴിയും ഒക്കെ വരുന്നത് ഇത്രയും അരിഭക്ഷണങ്ങളല്ല നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയതല്ല. അതവിടെ ബ്ലോക്ക് ചെയ്യപ്പെടും. കാരണം എണ്ണ കിട്ടാത്തതിൻ്റെ പേരിൽ. അവസാനം നമ്മുടെ കപ്പയിലേക്ക് പോകാൻ വിചാരിച്ച കപ്പ അന്നന്ന് ഉണ്ടാകുന്ന സാധനമല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക സുരക്ഷിതത്വത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകണം. ഈ കല്യാണത്തിനും വിരുന്നുകൾക്കൊക്കെ ഒരേ ദിവസം തന്നെ 5 ഇട്ടിട്ട് മാറി മാറി ഫോട്ടോ എടുക്കലല്ല കല്യാണം. ഏറ്റവും രസം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഏറ്റവും നല്ല പേഴ്സണാലിറ്റി ഏതാണെന്നറിയോ? വ്യത്യസ്തമായതൊക്കെ എടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. ഒരേ സാധനം ഇട്ടിട്ട് 5 സ്ഥലത്ത് പോകുന്ന ആളെയാണ് ശരിക്കും നല്ല രീതിയിൽ ഇതാക്കുക. APJ അബ്ദുൽ കലാം ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സുകളെ കുറിച്ച് പഠിച്ചപ്പോൾ 4 കോട്ടും 4 ഇതും എല്ലാം ഗ്രേ കളർ. അദ്ദേഹത്തിന് എത്ര ഉണ്ടായിരുന്നെന്ന് തിരിയാതിരിക്കാൻ വേണ്ടി എല്ലാം ആഷ് കളറായിരുന്നു. ഈ ലോകത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കല്യാണത്തിനിട്ട ഡ്രസ്സ് വേറൊരു കല്യാണത്തിനിട്ടാൽ ഇങ്ങനെ ആക്കാനൊന്നും നിൽക്കൂല. ആ കുട്ടി ഒരു പാവാണ്. ഇത്രയൊക്കെ വാങ്ങാൻ കഴിഞ്ഞിട്ടും അങ്ങനെയാണല്ലോ പോണത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്ന് ലിമിറ്റ് ചെയ്യേ, നമ്മുടെ ബജറ്റുകളൊന്ന് ലിമിറ്റ് ചെയ്യേ. എന്താ ബജറ്റ് എന്ന് പറഞ്ഞാൽ 3 സ്ഥലത്തേക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങനെ എത്തണം. ഒന്ന് നമുക്ക് വരാനുള്ളത്, മറ്റൊന്ന് നമ്മുടെ ചെലവുകൾക്കുള്ളത്. ഇത് രണ്ടും അല്ലാതെ ഒരു സാധനം ഉണ്ട്, അതിനാ ബജറ്റ് എന്ന് പറയാ. വരലും പോകലും അല്ലാതെ ബാക്കിയുള്ളത് വേറെ സ്ഥലത്ത് നിക്ഷേപിക്കണം. അങ്ങനെ നിക്ഷേപിക്കാൻ പറ്റിയാൽ നിങ്ങൾ വലിയ വലിയ സ്ത്രീകളായി മാറി. എനിക്കറിയാം ഈ കോട്ടയത്തെ പത്തനംതിട്ടയിലൊക്കെ പെൺകുട്ടികൾ അവര് ഭർത്താക്കന്മാർ ഗൾഫിലേക്ക് പോയാൽ മാസത്തിൽ 25,000 രൂപ അയച്ചു കൊടുത്താൽ 10,000 രൂപ 15,000 രൂപക്ക് എന്ത് ചെയ്യും, ചെലവൊക്കെ ഒന്നുണ്ട് അരിഷ്ടിച്ച് കഴിയും. ഈ 10,000 ഉറുപ്പ എടുത്തിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു കുറിയിൽ ചേരും. അത് അവസാനം ഒരു 10 ലക്ഷം രൂപയായിട്ട് അടിക്കും. അതിനൊരു സ്ഥലം വാങ്ങിക്കും. എന്നിട്ട് എന്താക്കും, അത് മറിച്ചു വെക്കും. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇയാൾ 20 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഇയാൾക്ക് തിരിച്ചങ്ങോട്ട് 1 കോടി 1.5 കോടി കൊടുക്കുന്ന പെൺകുട്ടികൾ അവിടെ ഉള്ളത്. നമ്മളെ മലപ്പുറത്തെ കുട്ടികളെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറയാണ്, ഭർത്താവെങ്ങാനും 20 കൊല്ലം കഴിഞ്ഞ് വന്നാൽ നയാ പൈസ കയ്യിലില്ല എന്ന് മാത്രമല്ല വേറെ കുറേ കടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് വന്നിട്ട് 3-ാം ദിവസം പറയും നിങ്ങൾ ആണ്ടനെ പോയിക്കോളി, എന്തിനാ പത്തനം കണ്ട് പോന്നിക്കണമെന്ന് പറയാം. ആ സാധു സുഖമില്ലായിട്ടായിരിക്കും കൊണ്ട് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് സാമ്പത്തികപരമായ അച്ചടക്കം നമുക്ക് നിർബന്ധമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ, നിങ്ങൾ നല്ല അച്ചടക്കമുള്ളവർ തന്നെയാണ്. പക്ഷേ നിങ്ങൾ വീട്ടിലൊക്കെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് അച്ചടക്കത്തോടു കൂടിയൊക്കെ ചെയ്യും. കുട്ടികൾ എന്നും ബിരിയാണി പറഞ്ഞാൽ വേണ്ടെന്നൊക്കെ പറയും. പക്ഷേ മാമൂലുകൾ ചെയ്തിട്ട് നിങ്ങളെ പൈസ കുറേ പോവാണ്. അവിടെ ഹജ്ജിന് പരിപാടി വെച്ചാൽ ഇവിടെ അതിലും വലിയ പരിപാടി, അവിടെ കല്യാണത്തിന് വിരുന്ന് വെച്ചാൽ ഇവിടെ അതിലും വലിയ പരിപാടി. ചുരുക്കി പറഞ്ഞാൽ മാമൂലുകളിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ കിടന്ന് കറങ്ങാണ്. അതൊന്നൊന്ന് ചുരുക്കണം നമ്മൾ. ഇനിയുള്ള കാലം പ്രത്യേകിച്ചും ഇനി ഇത് ആവർത്തിക്കപ്പെടാം. ഞാൻ ഭീഷണിപ്പെടുത്തല്ല, കുറ്റപ്പെടുത്തല്ല. ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നമുണ്ടല്ലോ, ഇത് ഇനിയുള്ള ആവർത്തിച്ച് വരാനിരിക്കുന്ന യുദ്ധങ്ങളുടെ തുടക്കമാകാം. ഇതിന്മേലൊന്നും നിൽക്കാൻ പോകുന്നില്ല എന്നാണ് വിദഗ്ധ പഠനം. കാരണം US-നോട് ചേരുന്നത് മാറ്റിയിട്ട് ഇപ്പം അറബ് ലോകം റഷ്യയോടും ഇതിനോടൊക്കെ ചേരാൻ നിൽക്കുകയാണ്. അപ്പം പഴയ പോലെ പണ്ട് USSR അമേരിക്ക എന്നും അടിച്ചിരുന്ന പോലെ ഈ വൻ ശക്തികൾ തമ്മിൽ അടിയുണ്ടാകും. അത് ചിലപ്പം വേറെ വിഷയത്തിലേക്കൊക്കെ പോകാം. ഞാൻ പേടിപ്പിക്കല്ല. അതുകൊണ്ട് സാമ്പത്തികപരമായൊരു സുഭദ്രതയെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. പിന്നെയുള്ള കാര്യം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളോടും ഇവിടെ നമ്മൾ എന്താക്കണമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തെ വായിച്ച് മുന്നോട്ട് പോകണം. എന്താ കാലഘട്ടം? ഇന്ന് വളരെ മോശമായ കാലഘട്ടമാണ്. എല്ലാ കാലത്തും നിനക്ക് മോശത്തരങ്ങളുണ്ട്. പക്ഷേ ഇന്ന് അവൈലബിലിറ്റി കൂടുതലാണ്. ഒന്നും കൂടി പറയാം, അവൈലബിലിറ്റി അഥവാ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടാനുണ്ട്. കുട്ടികൾക്ക് മയക്കുമരുന്ന് വേണമെങ്കിൽ പണ്ടൊക്കെ എവിടെയോ തേടി പോകണമായിരുന്നു. പക്ഷേ ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ നമ്മുടെ നാട്ടിലതെത്തി, ഒരു മതിലതിരുന്ന് ഗൂഗിൾ മാപ്പിലൂടെ നമുക്കത് ഇൻഫർമേഷൻ കിട്ടി. ആ മാപ്പിൽ പോയിട്ട് വാങ്ങിയിട്ട് ഉമ്മാൻ്റെ മൊബൈലിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്താ ഈ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കരുത്. ഇങ്ങനത്തെ കുട്ടികളെ ഞാൻ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. വീട്ടിൽ തനിച്ചിരിക്കുന്ന കുട്ടികൾ ഇൻസ്റ്റഗ്രാമിലൂടെ മയക്കുമരുന്ന് എത്തിക്കുന്ന കാലം ഞാൻ ഉത്തരവാദിത്വത്തോടു കൂടിയിട്ട് നിങ്ങളോട് പറയാം. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ വാച്ച് ചെയ്യണം. കുട്ടികളെ സ്നേഹത്തോടെ വാച്ച് ചെയ്യണം. ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ഉമ്മയും മോനും കൂടി വന്ന് എൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഉമ്മ ഭയങ്കര തെഹസീലായിട്ട് പറയാണ്. ഉമ്മ പറയണ, സാറേ എൻ്റെ കുട്ടി ഒരു പാവാണ്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങലില്ല, അവൻ മൊബൈലും കളിച്ചിരിക്കലുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല എന്ന് പറയാൻ.
അങ്ങനെ ഞാൻ ഉമ്മയെ പുറത്താക്കിയിട്ട് മോനോട് ഞാൻ പറഞ്ഞു, ഒരു സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻ, മോനെ നിൻ്റെ ഭാവവും മട്ടും മുഖമൊക്കെ കണ്ടിട്ട് നീ ഇത് ഉപയോഗിക്കുന്ന ആളാണെന്ന് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് നീ സത്യം പറയാനാണ്. അപ്പോൾ പറഞ്ഞു, സാറേ ഞാൻ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെ കിട്ടണമെന്ന് ചോദിച്ചപ്പോൾ അവനാ പറഞ്ഞത്, സാറേ വാട്സപ്പിലൂടെ കയറി, ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ കയറി ഇന്ന ഇതിലേക്ക് പോയി അവരെ കൊണ്ടുവരും, എന്നിട്ട് ഞങ്ങളുടെ നാട്ടിലൊരു മതിലുണ്ട് അവിടെ വെക്കും, എന്നിട്ട് അതിൻ്റെ ഗൂഗിൾ മാപ്പ് ഇട്ട് തരും, എന്നിട്ട് അവിടെ പോയിട്ട് അത് കളക്ട് ചെയ്യുന്നതിന് മുമ്പ് പൈസ ഇട്ട് കൊടുത്താൽ അത് കണ്ടു കഴിഞ്ഞാൽ ഇതാക്കും, അവരെയും കാണൂല ആളെയും കാണൂല, സാധനം എത്തും. എന്നിട്ട് നമ്മൾ കുട്ടികളെ ന്യായീകരിക്കാൻ നിൽക്കും. ഞാൻ പേടിപ്പിക്കല്ല, മയക്കുമരുന്ന് അടിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്, പക്ഷേ വളരെ വളരെ കുറവാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതെങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഉറപ്പിച്ചോളൂ, പിന്നെ സന്തോഷം എന്ന് പറഞ്ഞൊരു സാധനമേ നമുക്കുണ്ടാവില്ല. കാരണം ആ കുട്ടി പിന്നെ ഭയങ്കര വെറീഡാവും, അവനെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ നമ്മളാകും. പെൺകുട്ടികളോടൊരു കാര്യം, ഇതേ സാധനങ്ങൾ പെൺകുട്ടികളിലും നടക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പോകണം. മക്കളെ മദ്രസയ്ക്ക് അയക്കുമ്പോൾ വരെ കൊണ്ടുവന്നിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ് പേടിപ്പിക്കല്ല നിങ്ങളോട്. പെൺകുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പാവങ്ങളാണ്, പെൺകുട്ടികൾ വളരെ പാവമാണ്. ഈ പാവങ്ങൾക്ക് പറ്റുന്നൊരു പ്രശ്നമാണ് എന്ത്, പെട്ടെന്ന് പ്രണയത്തിലേക്ക് അകപ്പെടുക എന്നുള്ളത്. പെട്ടെന്ന് അകപ്പെടും. ഇത് നമ്മളൊന്നും അറിയില്ല. 5 കൊല്ലം വരെ ഇത് കൊണ്ടെടുക്കാൻ അവർക്ക് കപ്പാസിറ്റി ഉണ്ട് കേട്ടന്മാരെ. 5 കൊല്ലം 6 കൊല്ലമൊന്നും കഴിഞ്ഞാലും നമ്മളറിയില്ല ഈ കാര്യം. അതറിയാതെ എങ്ങനെ കൊണ്ടടക്കണം എന്നുള്ള എല്ലാ വളവും അവരെടുത്തുണ്ട്. എന്നിട്ട് കല്യാണക്കാര്യം ഇങ്ങനെ വരുമ്പോഴാണ് പറയാം, അത് വേണ്ട, അവനക്ക് പറ്റിയിട്ടില്ല, ഇവനെ പറ്റിയിട്ടില്ല. പിന്നെയാണ് അറിയാം 6 കൊല്ലമായിട്ട് അവൾക്ക് വേറെ പ്രണയം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ തുടക്കത്തിലേ പറയാം, കാലത്തെ വായിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ചിലപ്പോൾ നമുക്ക് തോന്നാം, പക്ഷെ അത് കുഫുവത്തതാണോ, പറ്റിയതാണോ, പിതാവിനോട് അറിയിച്ചാൽ നടത്താൻ പറ്റുമോ എന്നൊക്കെ ഒരു വിവേകപൂർവ്വം ആദ്യത്തെ ദിവസം തന്നെ ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലാതെ പ്രണയത്തിനെതിരെ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. ക്യാമ്പസിൽ ചിലപ്പോൾ നടന്നേക്കാം, നടന്നു കഴിഞ്ഞാൽ അത് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന, അവരെ തിരസ്കരിക്കുന്ന, അവരെ മോശമാക്കുന്ന ഏതെങ്കിലും രൂപത്തിലേക്ക് പോകുന്ന. ഇവിടെ നേരത്തെ കുറുക്കോളി മൊയ്തീൻ സാഹിബ് പറഞ്ഞതുപോലെ ഞാനും ഒരുപാട് പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ഇതേപോലെ കൗൺസിലിംഗ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ വർത്തമാനം കൂടി ഇവിടെ പറയുന്നില്ല, പക്ഷേ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത രംഗങ്ങളുമുണ്ട്. അഥവാ കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് ഇങ്ങനെ കാലിൽ ചുവന്നിട്ടിങ്ങനെ കാലിലിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് റാഹിമോളെ പോകല്ലേ എന്ന് വിതുമ്പിക്കറിഞ്ഞൊരു പാവം ഉമ്മയുണ്ട്. നമ്മൾ വിചാരിച്ചത് അവൾ ആ പോക്കാണ്ട് പോകുന്നതാണ്, പക്ഷെ അവൾ തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ കൗൺസിലിംഗ് നടത്തിയതാണ്. ഒരാവേശത്തിന് ചാടും. പഴയ ആൾക്കാർ പറയാറുണ്ട്, എടുത്ത് ചാടും നമ്മൾ കിണറ്റിലേക്ക്, അങ്ങോട്ട് ചാടിയതുപോലെ തിരിച്ചു ചാടാൻ പറ്റൂല എന്ന്. നിങ്ങൾ അറിയണം, ആയിരക്കണക്കിന് കുട്ടികൾ പോയി, ഇപ്പം അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സൗധങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുക ചില സംഘടനക്കാർ. എൻ്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, അക്കോട് ഹുദവി, അദ്ദേഹം ഒരു സ്ഥാപനം തുടങ്ങിക്കൊണ്ടിരിക്കുക. പോയ കുട്ടികൾ തിരിച്ചു വന്നവരെ പുരയ്ക്ക് കയറ്റണില്ല, അവർക്ക് താമസിക്കാനുള്ള ഇടം എന്നും പറഞ്ഞിട്ട്. ഇങ്ങനത്തെ ദുരവസ്ഥയിലേക്ക് ഈ അടിയാട്ടിൽ കുടുംബത്തിൽ നിന്ന്, അതിൻ്റെ ബന്ധുത്വത്തിൽ നിന്ന് ഒരാൾ പോലും ഉണ്ടാകരുതേ എന്നാണ്. അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ഒന്ന്, സ്നേഹപൂർവ്വം നമ്മൾ മുന്നോട്ട് പോകണം. അമ്മായിമ്മയും മരുമക്കളും ജ്യേഷ്ഠനും അനുജനും എല്ലാവരും തമ്മിൽ ഒന്നായി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകണം. എന്താ മോളെ എന്ന് ചോദിക്കണം. കുട്ടികളെ ഉണർത്തുമ്പോൾ വരെ നമ്മൾ ശ്രദ്ധിക്കണം. പോയിട്ട് കണ്ട് പുതപ്പുണ്ട് വലിച്ചിട്ട് നീക്കട അവിടുന്ന്, നിന്നോടല്ല നിസ്കരിക്കാൻ പറഞ്ഞത് എന്നും പറയണോ? അങ്ങനെ വിളിച്ചിട്ട് പറയല്ലേ. നേരെ മറിച്ചിട്ട് ഇങ്ങനെ പോയി അടുത്തൊന്ന് കിടന്ന് എന്നിട്ട് മെല്ലെ തലോടി മോനൂസേ നീക്കല്ല, അങ്ങനെയൊക്കെ ഒരു വിളിയൊക്കെ ഉണ്ട്, മോനൂസേ മോളൂസോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ചുണർത്താൻ നമുക്ക് പറ്റണം. അപ്പം നിങ്ങൾ വിചാരിക്കും അങ്ങനെയൊക്കെ വിളിച്ചാൽ പോലും ഉണരുമെന്ന്. നിങ്ങളങ്ങനെ ചെയ്ത് നോക്ക്, അപ്പം അവർ ഉണരും. നിങ്ങൾ അറിയേണ്ടത് എന്താണെന്നറിയോ? ഈ അടുത്തിടെ റൊണാൾഡോ മനോഹരമായിട്ടൊരു വാക്ക് പറഞ്ഞു. അദ്ദേഹത്തോട് ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്ന നിമിഷം ഏതാണ്? അപ്പോൾ മൂപ്പര് പറഞ്ഞത് ഫുട്ബോളിൽ കപ്പെടുക്കുമ്പോൾ എന്നല്ല. ഒരു പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് അപ്പുറത്തെ ബെഡ്റൂമിൽ കിടക്കുന്ന എൻ്റെ മക്കളെ ഇങ്ങനെ പോയി ഇങ്ങനെ നോക്കും. അവരാ കിടന്നുറങ്ങുന്നത് കാണാൻ ഭയങ്കര രസമാണ്, അതെനിക്ക് വല്ലാത്ത സന്തോഷമാണ് എന്ന് പറയും. അങ്ങനെ നമ്മളാരെങ്കിലും പോയി നോക്കാറുണ്ട്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയായിട്ട് ഇങ്ങനെ പോയിട്ട് ആ റൂമിൽ ഇങ്ങനെ നോക്കിയിട്ട് നമ്മളെ മക്കൾ ഉറങ്ങണതൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കും. നിങ്ങളൊന്ന് പോയി നോക്കിയായിട്ട് ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ഉഷാറായിട്ട് കിടന്നുറങ്ങുണ്ടാവും. അവിടുന്ന് മെല്ലെ അടുത്ത് കിടന്ന് എന്തൊക്കെയുണ്ട് മക്കളെ എണീക്കല്ലേ, അല്ലാതെ മദ്രസ ഉണ്ട് സ്കൂളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉണർത്താൻ നിന്നാൽ പിന്നെ അവർക്ക് മദ്രസനോടും ദേഷ്യം, സ്കൂളിനോടും ദേഷ്യം. നിസ്കരിക്കുന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ പിടിച്ച് വലിക്കരുത്, അവർക്ക് നിസ്കാരത്തോടും വെറുപ്പാവും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് സ്നേഹപൂർവ്വമേ നമ്മുടെ കുട്ടികളെ വളർത്താവൂ. അവരടുത്ത് എന്തെങ്കിലും കുഴപ്പം
പ്രശ്നങ്ങൾ കണ്ടാൽ കൗൺസിലിങ്ങിന് വിധേയമാക്കുകയോ നിങ്ങളെ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുകയോ ഒക്കെ നിങ്ങൾ ചെയ്തോളൂ. നെഗറ്റീവായി അവനെ അകറ്റി നിർത്തല്ലേ. കുട്ടിയൊന്ന് മുടിയൊട്ടിയതൊന്ന് മാറി വന്നതിൻ്റെ പേരിൽ നിങ്ങൾ അവനെ ഒറ്റപ്പെടുത്തല്ലേ. അവൻ ബ്ലാക്ക് ആയതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തല്ലേ. അവൻ്റെ വസ്ത്രങ്ങളൊന്ന് വീതി കൂടിയതിൻ്റെ പേരിൽ ഒറ്റപ്പെടുത്തല്ലേ. സ്നേഹനിധിയാണ് നമ്മുടെ മക്കള്. ഇപ്പോഴത്തെ സമൂഹം ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന ന്യൂ ജനറേഷൻ, ഞാൻ പഠിച്ച ന്യൂ ജനറേഷനെ പറയാം, അവർക്ക് നല്ല നീതിബോധമുണ്ട്, മാതാപിതാക്കളോട് നല്ല സ്നേഹമുണ്ട്, അവരുടെ കയ്യിലൊരൊറ്റ സാധനമുണ്ട് ഇത്. അതുകൊണ്ട് 24 മണിക്കൂർ അതിലാണെന്നേ ഉള്ളൂ. അല്ലാതെ മാതാപിതാക്കളോട് സ്നേഹമില്ലാത്ത അവസ്ഥ ഒന്നുമില്ല. ആ സ്നേഹം അങ്ങോട്ട് പ്രകടിപ്പിച്ചാൽ തിരിച്ചിങ്ങോട്ട് പ്രകടിപ്പിക്കും. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ കുടുംബ സംഗമം കഴിഞ്ഞിട്ട് തിരിച്ചു പോകാം. 1 മണിക്ക് ഞാൻ നിർത്തും, 5 മിനിറ്റേ സമയമുള്ളൂ. ഇതാ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഇത് നമ്മൾ തിരിച്ചു പോകണം. ആ പോകുമ്പോ ഇതാ നമ്മുടെ വീട്ടിലെത്തിയാൽ നമ്മുടെ ഉമ്മയുണ്ടാകും. അവിടെ ഉമ്മക്ക് മുത്തം കൊടുത്തുകൊണ്ട് തുടങ്ങാൻ നമുക്ക് പറ്റണം. ഇവിടെ മരുമകൾ അമ്മായിമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു പോകുന്നൊരവസ്ഥയുണ്ടാകണം. അഥവാ സ്വന്തം പെൺമക്കളെ സ്നേഹിക്കുന്നത് പോലെ മരുമക്കളെ സ്നേഹിക്കാൻ പറ്റുന്ന ഉമ്മയായി നമ്മൾ മാറണം. അവൾ മരിച്ചു കിടക്കുമ്പോൾ അല്ലെങ്കിൽ അമ്മായിമ്മ മരിച്ചെടുക്കുമ്പോൾ മരുവൾ വന്നിട്ട് മുത്തം കൊടുക്കലല്ല, ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്കേണ്ടതിൻ്റെ പേരാണ് മുത്തം. അത് ശിരസിൽ കൊടുത്താൽ അത് ഓമനത്വത്തിന്റെ മുത്തമാണ്, നെറ്റിയിൽ കൊടുത്താൽ സ്നേഹത്തിന്റെ മുത്തമാണ്. ആ ഒരു രീതിയിൽ നമ്മുടെ മക്കൾക്ക് തലയിലും നെറ്റിയിലും ചുംബനം കൊടുത്ത് വളർത്താൻ നമ്മുടെ അമ്മായിമ്മമാർക്ക് സാധിക്കട്ടെ. തിരിച്ചങ്ങട്ടും എൻ്റെ ഉമ്മയാണ് ഇത് എന്ന തിരിച്ചറിവോടെ സ്നേഹത്തോടെ തിരിച്ചു പോകാൻ നമുക്ക് പറ്റട്ടെ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ജ്യേഷ്ഠാനുജന്മാർ, ഈ അടിയാട്ടിൽ കുടുംബം ഇവിടെ അവസാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നിന്ന് വൈകുന്നേരം പിരിഞ്ഞു പോകുമ്പോൾ ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, ഇഫ് ക്ലോസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് സ്നേഹത്തോടെയുള്ള ഒരു സന്തോഷത്തോടു കൂടിയുള്ള ജീവിതമാക്കി മാറ്റണേ. പിണങ്ങി നിൽക്കുന്നവരോട് സൈക്കോളജിക്കലി ഒരു കാര്യം പറഞ്ഞോട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, രാഷ്ട്രീയക്കാർക്ക് ഒരുപാട് ആയുസ്സുണ്ട്, അല്ലെങ്കിൽ കർഷകർക്കുണ്ട്, അധ്യാപകർക്കുണ്ട് എന്നൊക്കെ. അത് ആൾക്കൂട്ടത്തിലായതുകൊണ്ടാണ്, അവർക്ക് എപ്പോഴും സന്തോഷം ഉണ്ടായതുകൊണ്ടാണ്. നേരെ മറിച്ചിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് നമ്മളിങ്ങനെ നമ്മളെ കുറിച്ചിട്ട് നെഗറ്റീവ് ചിന്തിച്ച് വേറുള്ളതിനെ കുറിച്ച് ചിന്തിച്ചാൽ അത് നമ്മളിലേക്ക് വരും. അങ്ങനെ ഇൻകൾക്കേഷൻ ഉണ്ടാകുന്നതിന് ഇൻകൾക്കേഷൻ എന്നാ പറയാ. ആ സാധനം നമ്മൾ തുടങ്ങും. ഉദാഹരണത്തിന് നമ്മൾ വീട്ടിൽ പോയിട്ട് ഒരു 5-6 മാസം എനിക്ക് ക്യാൻസർ ഉണ്ടാവുമോ അത് തന്നെ ആയിരിക്കും, ക്യാൻസർ തന്നെ ആയിരിക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരുന്നാൽ അത് തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് അതിൻ്റെ മെഡിക്കൽ സയൻസ് പറയുന്നത്. അതുകൊണ്ട് അതില്ലാതെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് ചിന്തയുണ്ടാകണം. പിണക്കമില്ലാതെ, എനിക്ക് പിണക്കമുണ്ടോ ദേഷ്യമുണ്ടോ ഇല്ല, എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. ഇവിടെ ഈ കുടുംബത്തിന്റെ സംഗമത്തിൽ പ്രിയപ്പെട്ട ബഷീർക്ക് അടക്കമുള്ള, പ്രിയപ്പെട്ട ഇവിടുത്തെ അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ള, കോയാമു അടക്കമുള്ള ഇവിടുത്തെ ആളുകളോട് ചെറിയ 1-2 നിർദ്ദേശങ്ങൾ വെക്കുകയാണ്. ഒന്ന്, നമ്മുടെ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾ വെക്കണം. അടിയാട്ടിൽ ഫാമിലി തന്നെ ആവണമെന്നില്ല, എല്ലാവരെയും കൂട്ടിയിട്ട് 1 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഒരു എന്തെങ്കിലും ഒന്ന് നന്നായിട്ട് അറിയാവുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് നല്ലൊരു ട്രെയിനിങ്, നല്ല ഭാഷ പഠിക്കട്ടെ നമ്മുടെ ആളുകൾ. അങ്ങനെ 1 മാസത്തെ ട്രെയിനിങ് ഒക്കെ അവർക്ക് കൂടാൻ നമുക്ക് ആകെ എത്ര ചെലവ്? ഒരു 25,000 രൂപ ചെലവാകും. 25,000 രൂപ കൊടുത്താൽ നമ്മളെ കുടുംബത്തിലെ 10-200 ആൾക്കാരെന്ത് ചെയ്യും? ഭാഷ നന്നായിട്ട് പഠിച്ചോളും. പിന്നെ എനിക്ക് വെക്കാനുള്ള നിർദ്ദേശം, വയസ്സായ ആൾക്കാരെയും കൊണ്ട് യാത്രയാണ്. അത് നിങ്ങൾ ചെയ്യുന്നുണ്ടാകും. ഒരു പക്ഷേ 60 കഴിഞ്ഞ ആൾക്കാരെയും കൊണ്ട് ബസ് വിളിച്ചിട്ടൊരു യാത്ര വയനാട്ടിലൊക്കെ പോയി അവിടേക്ക് ഇരുന്ന് പോണ വഴിക്ക് ബിരിയാണിയൊക്കെ വിളമ്പി ഗ്രൗണ്ടിലൊക്കെ ഇരുന്ന് തിന്ന് പഴയ കഥകളൊക്കെ പറഞ്ഞ് നല്ല രസകരമായിട്ട് വയസ്സന്മാരെയും കൊണ്ടൊരു യാത്ര. അവരെ ഒറ്റയ്ക്ക് വിടരുത്. കൂട്ടത്തിൽ യുവാക്കൾ കാറായിട്ട് പിന്നാലെ ഉണ്ടാവണം. ബസ്സിൽ അവർ പാട്ടൊക്കെ പാടി വയസ്സന്മാരടുത്ത് മൈക്കൊക്കെ കൊടുക്കുക. കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ചിന്തിച്ച് കഴിയുന്ന ആൾക്കാർക്ക് ആയുസ്സും കുറവാണ്, അറ്റാക്ക് വരാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് പഠനം. നേരെ മറിച്ച് പീഡിയക്കൊലായ്മ ഇരിക്കൽ അത്ര നല്ലതല്ല. എന്നാലും പീഡിയക്കൊലായ്മ ഇരുന്നിട്ടുണ്ടല്ലോ വർത്താനം പറഞ്ഞ് ചെങ്ങായിമാരേറ്റ് വയസ്സന്മാർ, അവർക്ക് ആയുസ് കുറച്ച് കൂടാൻ സാധ്യത ഉണ്ടെന്നാണ്. ആയുസ് പഠിച്ചോൻ തീരുമാനിക്കണല്ലേ എന്നാണ്. ആ തീരുമാനിച്ചപ്പോൾ തന്നെ വില ബെഞ്ചുമ കൊണ്ട് ഇരുത്തണമെന്നും പഠിച്ചോൻ തീരുമാനിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അല്ലാതെ ഇരുത്തണോണ്ടല്ല, അത് തീരുമാനിച്ചപ്പോൾ തന്നെ വില കുറച്ച് നേരം ഇങ്ങനെ ബെഞ്ചുമ കുറേ കാലം പോയി ഇരിക്കും, കുറേ കൂട്ടുകാരോട് വർത്താനം പറയും. അതുകൊണ്ട് നമ്മുടെ വയസ്സന്മാരൊന്ന് രംഗത്തേക്ക് ഇറക്കി. നമ്മളൊരിക്കൽ ഒരു രാജ്യത്ത് പോയപ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ട ബ്രൂണയിൽ പോയപ്പോൾ, അവിടെ ഞായറാഴ്ച ഏത് കിടപ്പ് രോഗികളെയും കൊണ്ടുപോകും എവിടേക്ക്? ഹോട്ടലിലേക്ക്. ഭയങ്കര രസമാണ് ഹോട്ടൽ. ഞായറാഴ്ചക്ക് ആകെ റഷാ. ബ്രൂണയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കറിയാം. തുവക്കാട് ഭാഗത്ത് കുറേ ബ്രൂണയിലുള്ളവരുണ്ട്. അഥവാ മൂക്കിലൂടെ കോയലിട്ടാലും ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി ഞായറാഴ്ച ഹോട്ടലിൽ കൊണ്ടുപോകും. വയസ്സായ ആൾക്കാരെ കിടത്തൂല, കിടപ്പ് രോഗികളെ വരെ ഞായറാഴ്ച പുറത്തേക്ക് ഇറക്കും. അതുകൊണ്ട് ആരും ഒറ്റക്കാണെന്ന് തോന്നിപ്പിക്കാത്തൊരവസ്ഥയിൽ നമ്മുടെ വയസ്സന്മാരെയും കൊണ്ടൊരു യാത്ര, നല്ല
രസകരമായി മുന്നോട്ട് പോകട്ടെ. പ്രിയപ്പെട്ട ഇതേപോലെയുള്ള നേരത്തെ ആദരം ഏറ്റുവാങ്ങിയിട്ടുള്ള സ്ത്രീകളുണ്ട്. അവർക്ക് അരിമണി വറുത്തതും ചായ എന്ന് പറഞ്ഞൊരു പരിപാടികൾ വെക്കേണ്ട ഒരു അഭിപ്രായമാണ്. അരിമണി വറുത്തതും ചായ ഉണ്ടാക്കാൻ വലിയ പൈസ ഒന്നുമില്ല, പക്ഷെ അവരതൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. ചിരട്ടിയിൽ വിളമ്പുക, പഴയ പിലാവിൻ്റെ ഇല തുന്നിയിട്ടാകും കുടിക്കുക. ആ കാലത്തേക്ക് അവർ തിരിച്ചു പോകട്ടെ. ഞാൻ അത് പറയാൻ കാരണം ഇന്നലകളിലേക്ക് തിരിച്ചു പോകുന്നവർക്ക് സന്തോഷം കൂടുന്നതാണ്. ഓക്സിറ്റോസിൻ എന്നാണ് അതിന് പറയുക. പഴയ പേരക്ക, ഞാനിപ്പോഴും എൻ്റെ തറവാട്ടിങ്ങ പോയിട്ട് പണ്ട് കയറി മറിഞ്ഞിരുന്ന പേരക്കൊക്കെ നോക്കാറുണ്ട്. ആ മരം കാണുമ്പോൾ കുട്ടിക്കാലം ഇങ്ങനെ ഓർമ്മ വരും. എഴുത്തുകാരെങ്ങനെയാണ് ജീവിക്കുന്നത്? എഴുത്തുകാരെന്ന് ഇന്നലെയെക്കുറിച്ച് വല്ലാണ്ട് എഴുതിക്കൊണ്ടിരിക്കും. അവർ നല്ല സന്തോഷകരമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ഇന്നലകളിലേക്ക് സഞ്ചരിക്കുക. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ 2 ആളുകളെയും ആദരിക്കുക. സ്ത്രീകളെയും കൊണ്ട് യാത്ര പോകണമെങ്കിൽ പോകാം, പുരുഷന്മാരെയും കൊണ്ട് പോകാം. ഇവർക്ക് ഇങ്ങനെ ഒരു വീട്ടുമുറ്റം അല്ലെങ്കിൽ തറവാട് മുറ്റം എന്നൊക്കെ പറയാതെ പെണ്ണുങ്ങൾക്ക് ഓരോ പരിപാടിയൊക്കെ ഉണ്ടാക്കുക. മൂന്നാമത്തത്, നമ്മുടെ ഇതിൽ കരിയർ ഡെസ്ക് എന്ന് പറയുന്ന ഒരു ഡെസ്ക് ഉണ്ടാക്കുക. നമ്മുടെ കുടുംബത്തിൽ നിന്ന് SSLC +2 ഇതൊക്കെ കഴിഞ്ഞിട്ട് കരിയർ മാപ്പിങ്ങിലൂടെ ഉയരങ്ങളിലേക്ക് പോവുക. അഥവാ ഒരു കുട്ടിക്ക് നല്ല ടാലന്റ് ഉണ്ടാവുകയും റെഫറൻസ് സ്കില്ലും ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, അനലിറ്റിക്കൽ റീസണിങ്, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, സ്ട്രാറ്റജിക്കൽ ടൂൾസ് ഒക്കെ ഉണ്ടായി അവന് ഭയങ്കര അപാര ബുദ്ധിശക്തി ഉണ്ടെന്ന് തോന്നി, അവൻ്റെ അടുത്ത് നയാ പൈസ കയ്യിലില്ല, ഡൽഹിയിൽ പോയി പഠിക്കാനെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ AIS അക്കാഡമിയിൽ എത്താൻ, റൗസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താനെന്ന് തോന്നിയാൽ മാസത്തിൽ 15,000 രൂപ നമ്മുടെ കുടുംബ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുത്തിട്ട് 3 വർഷത്തെ ട്രയലിലൂടെ നമുക്ക് ചിലപ്പോൾ 3-4 ലക്ഷം റുപ്യ ചിലവാവുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ ഒരു കളക്ടർ ജന്മമെടുക്കാൻ കാരണമാവും, അല്ലെങ്കിൽ ഉന്നതമായൊരു ഉദ്യോഗസ്ഥൻ ജന്മമെടുക്കാൻ കാരണമാവും. അങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ സ്കോളർഷിപ്പൊക്കെ കൊടുത്തിട്ട് ഒരു ചാപ്റ്റർ ഉണ്ടാക്കുന്നത് നല്ലതാണ്. ഇതേപോലെ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി എന്ന് പറയുന്ന അഡ്ഹോക്ക് കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ അറിയപ്പെടാത്ത ഒരു ചരട്. എനിക്ക് നേരത്തെ കുർക്കോളി മൊയ്തീൻ സാഹിബ് പ്രസംഗിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പദം, നമ്മൾ പ്രയോഗിക്കുന്ന പദമാണെങ്കിൽ ഇഷ്ടപ്പെട്ടത് സ്നേഹത്തിൻ്റെ ഒരു കാണാച്ചരട് എന്നാണ്. ഞാൻ ഈ പ്രസംഗം വളരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുന്ന ഒരാളാണ്, ഒരു പ്രസംഗിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ കാണാച്ചരട് കൊണ്ട് നിങ്ങൾ കെട്ടണമെന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സ്നേഹത്തിൻ്റെ കാണാച്ചരടുണ്ട്, ആ ചരട് കാണൂല. ആ സ്നേഹത്തോട് കൂടിയിട്ടാകണമെങ്കിൽ ഒരു മസ്ലഹത്ത് കമ്മിറ്റി എന്നൊക്കെ പറയുന്ന കമ്മിറ്റി ആക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ പോയി സംസാരിച്ച് ഒരിക്കലും പുറത്തേക്ക് തുറന്നു പറയാതെ അവരൊക്കെ തീരുമാനിച്ച് പരസ്പര പ്രശ്നങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു ചെറിയ സംഘം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇതേപോലെ തന്നെ നമ്മുടെ വേറെ സംഘം ഫിനാൻസ് കമ്മിറ്റി എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിൽ കുറച്ച് സ്വരൂപിച്ചിട്ട് മാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു 500 റുപ്യ 1000 റുപ്യൊക്കെ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്നവരെ കൊണ്ട് സംഘടിപ്പിച്ചിട്ട് ഇപ്പോൾ ഇതിലിപ്പോൾ എത്രയും ആൾക്കാരുണ്ട്. ഏകദേശം ഒരു ഉദാഹരണത്തിനൊരു 1000-2000 ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ 2000 ആൾക്കാർ 100 ചെറുപ്പ് ഇട്ടാൽ 2 ലക്ഷം റുപ്യാവും ഇല്ലേ? ഏകദേശം എത്ര തന്നെ അല്ലേ? 2 ലക്ഷം റുപ്യോളാവും. ഈ 2 ലക്ഷം റുപ്യ 10 മാസം കഴിഞ്ഞാൽ 24 ലക്ഷം റുപ്യാവും. ആകരണത് എത്രയാ? 100 റുപ്യാണ്. അങ്ങനെ ഞങ്ങളെ ശീലിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഒരു വർഷം തന്നെ നിങ്ങൾക്ക് ചുരുങ്ങിയത് 5 വീട് വെച്ചു കൊടുക്കാൻ പറ്റും. ചെറിയ വീടെങ്കിലും. നിങ്ങളുടെ കുടുംബത്തിൽ വീടില്ലാത്ത ഒരാളുണ്ടാകില്ല. അങ്ങനെ നിങ്ങളതിൻ്റെ കുറ്റൂശക്ക് പോകണം. അതിൻ്റെ കുടിയിരുത്തത്തിന് ആ പാവം സ്ത്രീയും അവിടുത്തെ കുട്ടികളും കരയാൻ തുടങ്ങും. ഒരു പക്ഷെ അവർ വിധവയായിരിക്കാം, കരയാൻ തുടങ്ങും. ആ കരച്ചില് മതി നിങ്ങൾക്ക്, ആ കണ്ണുനീര് മതി നിങ്ങൾക്ക് ഈ കുടുംബത്തിന് മുഴുവൻ അനുഗ്രഹം ഉണ്ടാകാൻ. അതുകൊണ്ട് സാമ്പത്തികപരമായി ലക്ഷങ്ങൾ എടുക്കാൻ ചിലപ്പോൾ നമുക്ക് പറ്റൂല. 100 റുപ്യ 200 റുപ്യൊക്കെ നമ്മളെ കുടുംബ ഫണ്ടിക്ക് കൊടുത്തിട്ട് അതിമനോഹരമായിട്ട് നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും സെൽഫ് സഫിഷ്യൻ്റ് ആകട്ടെ. അതേപോലെ തന്നെ ഫിനാൻസ് കമ്മിറ്റിയിൽ ഭാവിയിൽ വരാനിരിക്കുന്ന രോഗങ്ങൾക്കെതിരെ സെമിനാറുകൾ വേണമെങ്കിൽ നടത്താം. കിഡ്നി രോഗം വന്നിട്ട് എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കറിയാം, ഡയാലിസിസിന് പോകണം എന്നുള്ളതാണ്. പക്ഷേ അത് വരാതിരിക്കാൻ എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അതിൻ്റെ സെമിനാറുകൾ സംഘടിപ്പിക്കണം. അങ്ങനെ കുറേ ആൾക്കാർ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അങ്ങനെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റണം. അവസാനം നിങ്ങൾ എന്താക്കണം എന്ന് പറഞ്ഞാൽ നാളെയുടെ ആഖിറത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെക്കണം. ഉദാഹരണത്തിന് അടിയാട്ടിൽ ഫാമിലി എന്തെങ്കിലും ഒരു സ്വത്ത് നൽകിക്കൊണ്ട് ഒരു പള്ളിയില്ലാത്ത സ്ഥലത്ത് ഒരു പള്ളി കൊണ്ടുവരിക. അതൊരു മനോഹരമായിരിക്കും. അതിൽ എന്ന് ഖിയാമത്ത് നാൾ വരെ ആളെ നിസ്കരിച്ചാലും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. അത് സാമൂഹികപരമായ ഒരു ഘടനയാണ്. ഇതോടൊപ്പം തന്നെ ഒരിക്കലും വ്യത്യസ്ത സംഘടനക്കാർ, ഇതിൽ ചിലപ്പോൾ EK-ക്കാർ, AP-ക്കാർ, സലഫികൾ, മുജാഹിദുകൾ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ജമാഅത്തെ ഇസ്ലാമിക്ക പല ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ടാകും. അതൊന്നും കുടുംബത്തിലേക്ക് വലിച്ചു കൊണ്ടുവരരുത്. നമുക്ക് നമ്മുടെ ഇസപ്രകാരം പോകാം. എല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തട്ടെ. നമുക്ക് ഉന്നതമായി പ്രാർത്ഥിക്കാം. ദയവ് ചെയ്തിട്ട് തർക്കവിതർക്കങ്ങൾ ഇവിടെ ഉണ്ടാകരുത്. സൗമ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. കുടുംബത്തിലേക്ക് അതിൻ്റെ എരച്ചുകയറ്റം ഉണ്ടാകരുത്. അങ്ങനെ
അങ്ങനെ സുന്ദരമായി നമ്മുടെ കുടുംബത്തെ വാർത്തെടുക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സുരക്ഷിതത്വ ബോധം നമുക്കുണ്ടാകണം. ഇനി പറ്റുമെങ്കിൽ അതൊരു ഓവർ വർത്തമാനമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അതിമനോഹരമായി ടാലന്റഡ് ആയിട്ട് ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഹലാലായ രീതിയിൽ ട്രേഡിംഗ് ഉണ്ട്, ഹലാലായ രീതിയിൽ ട്രേഡിംഗ് ഉണ്ട്, ഗോൾഡ് ട്രേഡിംഗ് മറ്റു പലതും ഉണ്ട്. ആ ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഒക്കെ ഇത് കൊടുത്തിട്ട് ആളുകൾ ചെറുതായിട്ട്, ഉദാഹരണത്തിന് ഇപ്പോൾ ഗോൾഡിൻ്റെതാണെങ്കിൽ പറയാണ്, ഇപ്പോൾ നമ്മൾ ദുബായിൽ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. എന്നിലേക്ക് നിങ്ങൾ ആരും വരണം കേട്ടോ, വേറെ ആൾക്കാരാണ് ചെയ്യുന്നത്, ഞാനല്ല. അപ്പോൾ ഞാൻ കണ്ടൊരു ലാഭം എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 100 റുപ്യക്കും എന്ത് വാങ്ങാൻ പറ്റും? സ്വർണം വാങ്ങാൻ പറ്റും. അതാണ് ട്രേഡിങ്ങിൻ്റെ ഒരു പ്രത്യേകത. അഥവാ നമ്മളെടുത്ത് ഒരു 100 റുപ്യ കിട്ടിക്കഴിഞ്ഞാൽ മെല്ലതിൻ്റെ പർച്ചേസ് ചെയ്തിടുക, ആ സാധനം അവിടെ തന്നെ ഉണ്ടാവും. ഹലാലും ഹറാമൊക്കെ നോക്കണമെന്ന് മാത്രം. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്തായിട്ടുണ്ടാവും, 10 പവരൊക്കെ ആയിട്ട്. ഞാനും റഷീദ് അലി തങ്ങളും കൂടി ഖത്തർ ബഹ്റൈനിലേക്ക് ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോന്ന് ചർച്ച ചെയ്ത്, ആ സമയത്ത് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ആണ്ടുകളുടെ അഭിപ്രായം പറഞ്ഞതാണ്. റഷീദ് അലി തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി, ഒരു അഭിപ്രായമായിരുന്നു അദ്ദേഹം പറഞ്ഞതെന്ന്. അദ്ദേഹം മറ്റേ ഇതിൻ്റെ മഹലിൻ്റെ ഇതാണ് വഖഫ് ബോർഡ് ചെയർമാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, മഹലിൽ ഒഴിഞ്ഞെടുക്കണ കുറേ പറമ്പുകളുണ്ടല്ലോ, ആ പറമ്പുകളിലൊക്കെ തേക്കും തൈ നടുക. തേക്കും തൈ അങ്ങനെ വളർന്നോളൂ, അതിന് വളമൊന്നും ആവശ്യമില്ല. അതാ തേക്കും തൈൻ്റെ പ്രത്യേകത. 20 കൊല്ലം കഴിഞ്ഞാൽ കോടികളുടെ വരുമാനം ഉണ്ടാവും ആർക്ക്? ഈ സാധനത്തിന്. എന്നാണ് ഭയങ്കര സന്തോഷമായി മൂപ്പര് വന്ന് എന്തൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് പൊളിച്ച് കൈ കൊടുത്തു എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ 15 കൊല്ലമായി. അന്നെങ്ങാനും നട്ടിരുന്നെങ്കിൽ അത് എങ്ങനെ നടുന്നുള്ള ചർച്ചയിൽ ഞങ്ങൾ ചർച്ച ചെയ്തത് മദ്രസ കുട്ടികളെ കൊണ്ട് ചെയ്താൽ മതി, ഒരു കുട്ടി ഒരു തേക്കും തൈ എന്നുള്ള രീതിയിലാണ്. ഇതേപോലെ ഭാവിയിൽ 10 വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമെന്ന് വിചാരിച്ച് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്ന, ഹലാലായ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തണം. വെറും വരുമാനം വരിക, ചെലവാണ്ടാക്കുക, ഇതല്ല. അതിൽ നിന്ന് മിച്ചം വെച്ചിട്ട് അതിമനോഹരമായൊരു ഫിനാൻസ് കമ്മിറ്റി കൂടി ഉണ്ടാകട്ടെ. ഇനിയും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. എല്ലാം കൂടി പറഞ്ഞാലാകെ പ്രശ്നങ്ങളാകും എന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചു കൊള്ളട്ടെ. കൗൺസിലിംഗ് ഡെസ്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം നടന്നാൽ, മയക്കുമരുന്ന് ഇഷ്യൂവോ പ്രണയത്തിന്റെ ഇഷ്യൂവോ അല്ലെങ്കിൽ ദൈവാസ്തിക്യം എന്ന് ചർച്ച ചെയ്യുന്ന അവസ്ഥയോ, അഥവാ പിന്നെ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ എത്തീസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ, അതൊക്കെയായി നമ്മുടെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൈകാര്യം ചെയ്യാനുള്ള ബോഡി നമുക്കിടയിൽ നിന്ന് സ്നേഹത്തോടെ അതിൽ നിന്ന് മാറ്റാനുള്ള, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇന്നത്തെ അന്തരീക്ഷം കേടാക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കാൻ, അതിങ്ങനെ നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കാൻ, ആളുകൾക്കിടയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി ദൈവം ജീവിച്ചിരിപ്പുണ്ടോ, അള്ളാഹു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാൻ, കുറെ കോളേജ് കുട്ടികൾ അതിൽ പെട്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ പെടാതിരിക്കണമെങ്കിൽ ഇന്റലക്ച്വൽ ഗ്രോത്ത് ഉള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് സെമിനാറുകൾ നടത്താൻ നിങ്ങൾക്ക് സാധിക്കണമെന്നതാണ്. കുടുംബത്തിന്റെ ഒരു ഫെസ്റ്റിവൽ ഇതേപോലെ വേണമെന്നില്ല കുറച്ച് കുട്ടികൾക്ക്. എന്നിട്ട് അവർ ചോദ്യം ചോദിക്കട്ടെ, ഞാൻ തരാം നിങ്ങൾക്ക് IIT-യിൽ നിന്ന് PhD എടുത്ത ആളുകളെ. അവരോട് ഏറ്റുമുട്ടാനൊന്നും ഒരിക്കലും ഒരു സാധാരണ ഹോമിയോ ഡോക്ടർക്ക് സാധിക്കില്ല. അവരോട് ഏറ്റുമുട്ടാൻ ഒരിക്കലും സാധാരണ LP സ്കൂളിലെ സാർക്ക് ആരൊക്കെയാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അതുകൊണ്ട് PhD കഴിഞ്ഞ കുട്ടികൾ നമ്മൾ നിങ്ങൾക്ക് തരാം. നമ്മുടെ കുട്ടികൾ ചോദ്യം ചോദിക്കട്ടെ, എന്താണ് ദൈവമെന്ന്, എന്താണ് ഈ പ്രപഞ്ചമെന്ന്, ഇതിന്റെ അപ്പുറത്തുള്ള ഫോഴ്സ് എന്തെന്ന് അവർ ശാസ്ത്രീയമായിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അവരെ കൊണ്ടുവന്നിട്ട് നല്ല സെമിനാറുകൾ നടത്തണം. കോൺഫിഡൻസ് കൂടും നമ്മുടെ കുട്ടികൾക്ക്. IIT-യിലെത്തിയാലും NIT-യിലെത്തിയാലും അതിന്റെ അപ്പുറത്തേക്ക് MIT-യിലെത്തിയാലും മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെത്തിയാലും നമ്മുടെ കുട്ടികൾക്ക് ദീനിന്റെ കോൺഫിഡൻസ് കൂടും. അതിനുള്ള പരിപാടികൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണം. മൊത്തം മനുഷ്യരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന സെമിനാറുകൾ നടക്കണം. എല്ലാവരോടും ഒരേപോലെ സ്നേഹത്തോടെ എന്നാൽ മൂല്യത്തോടെ മുന്നോട്ട് പോകുന്ന കുടുംബം ഉണ്ടാകട്ടെ. ഓപ്പറേഷൻ ചെയ്യുന്ന അടിയാട്ടിലെ കുട്ടി സർജറി ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് ഏത് കുമാരേട്ടന്റെ മോനായാലും ജോസഫേട്ടന്റെ മോനായാലും തന്റെ വിശ്വാസപ്രകാരം അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ, അല്ലാഹുവേ നീ പാവത്തിന് അസുഖം മാറ്റിക്കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓപ്പറേഷൻ തുടങ്ങുന്ന ഒരു ഡോക്ടറായി അടിയാട്ടിൽ കുടുംബത്തിലെ ഡോക്ടർമാരുണ്ടാകട്ടെ. പ്ലാൻ വരച്ചു കൊടുക്കുമ്പോൾ പാവപ്പെട്ടവൻ കടന്നു വരുമ്പോൾ ഒരു പൈസയും വാങ്ങിക്കാതെ ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ പഞ്ചായത്തിലേക്ക് കൊടുത്തിട്ട് വരച്ചോളൂ, എന്നിട്ട് വീട് കയറ്റിക്കോളൂ, എന്നിട്ട് അങ്ങനെ പ്ലാന് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുന്ന ഉന്നതമായ എഞ്ചിനീയർമാർ, അങ്ങനത്തെ പാവങ്ങൾക്ക് അത് വിട്ടുകൊടുക്കുന്ന ആളുകൾ ഉണ്ടാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു കളക്ടർ വന്നാൽ മലപ്പുറം കളക്ടറേറ്റിലോ കോഴിക്കോട് കളക്ടറേറ്റിലോ എവിടെ ഇരിക്കുകയാണെങ്കിലും പാവപ്പെട്ടവൻ അരകത്ത് ദൂരെ നിൽക്കുകയാണെങ്കിൽ അവനെ മാടി വിളിച്ചിട്ട് എന്താ നിങ്ങൾക്ക് വേണ്ടത്? ബാക്കിയുള്ളവർക്കൊക്കെ MP-മാർ MLA-മാരൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾക്ക് ആരുമില്ലല്ലോ വിളിച്ചു പറയാൻ, എന്താ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യന്റെ ഫയല് ആ
ആദ്യം ഒപ്പിട്ട് കൊടുക്കുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള കലക്ടറായിട്ട് അടിയാട്ടിൽ കുടുംബത്തിലെ കുട്ടികൾ വളർന്നു വരട്ടെ. അതിനാണ് ഈ കുടുംബ സംഗമം. ഇത് ഇന്ന് സംഗമം ചോറും കഴിച്ചിട്ടാണ്ട് പിരിയാനുള്ളതല്ല. 100 വർഷം അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ട് അതിമനോഹരമായി ഈ കുടുംബത്തെ വീണ്ടും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക്. പഴയ ആളുകൾ കുറെ അടിയാട്ടിക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട്. പള്ളികൾ, മദ്രസകൾ, സ്കൂളുകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഇനിയുള്ള കാലഘട്ടത്തിൽ അടിയാട്ടിൽ തന്നെ തുടങ്ങുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് കാലങ്ങൾ എത്തട്ടെ. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ജൈത്രയാത്ര എന്ന് ഈ സംഘത്തോട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകണേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് ഇതെന്തപ്പി എഴുന്നേൽപ്പിക്കലെന്നാണ്, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നോളി. ജസ്റ്റ് ഒന്ന് വയസ്സന്മാരൊന്നും എണീക്കണമെന്നില്ല. എന്നിട്ട് 4 ഭാഗത്തേക്ക് ഒന്ന് കൈ കൊടുത്താട്ടെ. പെണ്ണുങ്ങൾ അവിടെയും കൊടുത്തോളി, ആണുങ്ങൾ ഇവിടെയും കൊടുത്തോളി. 4 ഭാഗത്തേക്ക് ഒന്ന് കൈ സുന്ദരമായിട്ട് എല്ലാവർക്കും ഒന്ന് കൈ കൊടുക്കുക. എന്നിട്ട് സ്നേഹം പങ്കുവെക്കുക. ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പോണം എന്നൊരു പാക്റ്റോടെ എല്ലാ അർത്ഥത്തിലും ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.